Can I request you to come online, please? കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഗ്ലാഡ്സൺ അവർകൾ നമ്മളുടെ ക്ഷണം സ്വീകരിച്ചെന്ന് കടന്നു വന്നിട്ടുണ്ട്. ഇറ്റ്സ് സച്ച് എ ജോയ് ടു ഹാവ് പാസ്റ്റർ ഗ്ലാഡ്സൺ ഇൻ ആർ മിഡ്സ്റ്റ്. ദീർഘനാളുകളായി ഞങ്ങൾക്ക് പരിചയമുണ്ട് എങ്കിലും ലെറ്റ് മീ ടെൽ യു പാസ്റ്റർ ഗ്ലാഡ്സൺ, സച്ച് എ ജോയ് ടു ഹാവ് എ ഫ്രണ്ട് ഇൻ യു. കർത്താവിൻ്റെ ദാസന്മാരിൽ അഭിഷേകവും കൃപാവരങ്ങളും അധികാരവും കൈകാര്യം ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഗ്ലാഡ്സനെ പോലെ ഒരു വ്യക്തിയെ എനിക്കൊരു സ്നേഹിതനായി ഏത് സമയത്തും പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കുവാൻ ആലോചനകൾ പറയുവാൻ ലഭിച്ചത് എൻ്റെ ജീവിതത്തിൽ ഐ കൗണ്ട് ഇറ്റ് ആസ് എ പ്രിവിലേജ്, ആസ് എ ബ്ലെസ്സിംഗ്. ഐ എം ഗ്ലാഡ് ടു ഹാവ് യു ആസ് എ ഫ്രണ്ട്, ആസ് എ ബ്രദർ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഗ്ലാഡ്സൺ ഷാർജയിൽ എമിറേറ്റ്സ് ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ ശുശ്രൂഷയിൽ ചുമതലയിലായിരിക്കുന്നു. ആ സഭയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ ഇന്ത്യയിലായിരുന്നപ്പോൾ യു ബിൻ സച്ച് എ ഗ്രേറ്റ് ബ്ലെസ്സിംഗ് ടു അസ്, കമ്മിങ് വെരി ഓഫ്റ്റൻ. ഇന്ന് അങ്ങനെ വരുവാൻ സാധിക്കുന്നില്ലെങ്കിലും ഓൺലൈനിൽ എപ്പോൾ വിളിച്ചാലും അറ്റ് ഷോർട്ട് നോട്ടീസസ് യു ഹവ് ബീൻ എ വെരി ഡിപ്പെൻഡബിൾ ആൻഡ് കൗണ്ടബിൾ ഫ്രണ്ട്. ഏത് സമയത്തും വിളിച്ചാൽ ഞങ്ങളെ അംഗീകരിക്കുകയും വരികയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ, വി അപ്രീഷിയേറ്റ് യു. അതിലൊക്കെ ഉപരി വി ഓണർ ആൻഡ് റെസ്പെക്ട് ദ മാന്റൽ ഓഫ് അനോയിന്റിംഗ് അപ്പോൺ യു. കർത്താവിൻ്റെ ദാസൻ്റെ മേലുള്ള അഭിഷേകത്തിൻ്റെ പുതപ്പ് ഞങ്ങൾ മാനിക്കുന്നു. യു ആർ സോ വെൽക്കം ടു മിനിസ്റ്റർ വിത്ത് ടോട്ടൽ ഫ്രീഡം. ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ആൾക്കാരെ ശുശ്രൂഷിച്ച് അധികാരത്തിൽ, യെസ്, അഭിഷേകത്തിൽ ശുശ്രൂഷിക്കാൻ. ഓവർ ടു യു, ഓവർ ടു പാസ്റ്റർ ഗ്ലാഡ്സൺ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആദരണീയരായ ദൈവദാസന്മാരോടും ക്രിസ്തുവിൽ എൻ്റെ സഹോദരങ്ങളോടും ചേർന്ന് ആയിരിക്കാൻ കർത്താവ് ഒരുക്കുന്ന എല്ലാ അവസരങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആഗോള പെന്തക്കോസ്ത് കൈരളിക്ക് എന്നും അനുഗ്രഹമായ അഭിമാനമായ ബാംഗ്ലൂരിലുള്ള ബഥേൽ ഏജിയോട് ചേർന്ന് സഭയുടെ സീനിയർ ശുശ്രൂഷകൻ, ഞാൻ വളരെ ബഹുമാനിക്കുന്ന പാസ്റ്റർ എം എ വോഗീസ്, ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന എൻ്റെ ആത്മാർത്ഥ സ്നേഹിതനും ക്രിസ്തുവിൽ ജ്യേഷ്ഠ സഹോദര തുല്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ പാസ്റ്റർ എബ്രഹാം വർഗീസ്, ഞങ്ങൾ സ്നേഹത്തോടെ സുനിലച്ചാന്ന് വിളിക്കും, തൻ്റെ കുടുംബം, നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വർഷിപ്പ് ലീഡ് ദൈവത്തിൻ്റെ ദാസൻ പ്രിയ പാസ്റ്റർ ജോൺ ഉൾപ്പെടെ എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കരുതലിലായിരിക്കാൻ കർത്താവ് നമുക്കൊരുക്കുന്ന അവസരങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മീറ്റിംഗ് MC മാസ്റ്റർ ഓഫ് ദ ചെയർ, മാസ്റ്റർ ഓഫ് ദ സെറിമണി ശോഭിൻ, താങ്കളെ ഓർത്തും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ബഥേൽ എന്നും എനിക്കൊരു സന്തോഷത്തിൻ്റെ വേദിയാണ്. ഞാൻ ഇന്നും ഓർക്കുന്നു ആദ്യമായി ബഥേലിൽ ശുശ്രൂഷിക്കാൻ വന്ന ആ സമയം. ആദ്യമായി പാസ്റ്റർ എം എ വോഗീസിനെ നേരിട്ട് കാണാൻ ഞാനിങ്ങനെ ആ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ, ശുശ്രൂഷയ്ക്ക് ഇറങ്ങി അധിക സമയങ്ങളായിട്ടില്ല. ആ സമയത്ത് സീനിയറായ ഒരു ശുശ്രൂഷകനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അകത്ത് ഈ ബഹുമാനത്തിൽ നിന്ന് വരുന്ന ഒരു ഭയം, ഇങ്ങനെ ഞാൻ അല്പം ടെൻഷനൊക്കെ അടിച്ചിരിക്കുക. അപ്പോൾ ദാസന സ്ഥലത്തേക്ക് ഞാൻ ഇരിക്കുന്ന മുറിയിലേക്ക് വന്ന് തൻ്റെ വിനയം കൈ കൂപ്പി, ഗ്ലാഡ്സൺ പാസ്റ്ററെ, താങ്കളെ കാണാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായി. ഈ ഒറ്റ വാക്ക് കേട്ടപ്പോഴേ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തോട്ടൊരു വലിയ തണുപ്പ് വന്നു വീണ പോലായി. ഞാൻ ഈ ബഥേൽ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ആലോചിക്കുമ്പോഴെപ്പോഴും എൻ്റെ മനസ്സിൽ ദൈവദാസൻ സുൽപാസ്റ്ററും പറഞ്ഞ വാക്കുകൾ, മറ്റുള്ള ദൈവദാസന്മാരെ മാനിക്കുന്നതിലും ബഹുമാനിക്കുന്നതിലും ഇത്രയും സീരിയസ്നെസ് കാണിക്കുന്ന മറ്റ് സമൂഹങ്ങൾ കുറവായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അത് ആ ലീഡർഷിപ്പിൽ നിന്ന് സെക്കൻഡ് ലെവൽ ലീഡർഷിപ്പിലേക്ക് അത് കാണാൻ കഴിയും. അവിടെ ചെന്നാൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഹോസ്പിറ്റാലിറ്റി, ദൈവം ഇതിനെല്ലാം ബഥേൽ സമൂഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്രകാരം ഈ ഉപവാസ പ്രാർത്ഥനയുടെ 38-ാം ദിവസം എനിക്കും ഒരു അവസരം ഒരുക്കിയത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളെ ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കൾക്കായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഏകദേശം 500-നടുത്ത ആളുകൾ യൂട്യൂബിൽ ലൈവായിട്ട് പങ്കെടുക്കുന്നു. പ്രിയ സഹോദരങ്ങളെ ഓർത്തും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അല്പസമയം നാം ഒരുമിച്ച് വചനത്തിന്റെ ചിന്തകളിലേക്ക് കടക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ നൽകിയ ചില ചിന്തകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനെ കർത്താവ് തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ മെസ്സേജുകളെ എത്തിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി തീരണമല്ലോ. അതിനാധാരമായി മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ പ്രാരംഭ വാക്യം ഇവിടെ വായിച്ച് കേൾപ്പിക്കും. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ പ്രാരംഭ വാക്യം.
ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർന്നഹൂമിൽ ചെന്നു. മതി. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർന്നഹൂമിൽ ചെന്നു. താങ്ക് യു, വാക്യം പുതുക്കിയതിന് നന്ദി. ഇവിടെ ഒരു പദം കിടക്കുന്നു, ചില ദിവസം കഴിഞ്ഞ ശേഷം. ചില ദിവസം കഴിഞ്ഞ ശേഷം. ഞാൻ എൻ്റെ മെസ്സേജ് ആരംഭിക്കുമ്പോൾ ആത്മാവിൽ ബഥേലേജിയെ നോക്കി ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് ഞാൻ കൈമാറുന്നു. അത് മറ്റൊന്നുമല്ല, ചില ദിവസങ്ങൾ കഴിയും. എന്താ പദത്തിന്റെ അർത്ഥം? ഞാൻ ഇങ്ങനെ തന്നെ പറയട്ടെ, ചില ദിവസങ്ങൾ അത് കഴിയാനുള്ളതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരിക്കലും കഴിയരുത് എന്ന് പിശാച് നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, നീ ഒരിക്കലും അതിജീവിക്കില്ലെന്ന് നീ പോലും ചിന്തിക്കുന്ന ചില ദിവസങ്ങൾ അത് കഴിയും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ഞാൻ ആത്മാവിൽ ഇന്ന് ഇപ്രകാരം ആ ദൂത് പറഞ്ഞ് ആരംഭിക്കുകയാണ്. ചില കാറ്റുകൾ അടങ്ങാൻ പോകുന്നു. ഞാൻ ഈ കാറ്റെന്ന് പറയുമ്പോൾ അത് കൊറോണയെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കേണ്ട, കൊറോണയെ കുറിച്ചാണെന്നും ചിന്തിക്കേണ്ട. പകരം നിലനിൽപ്പിന് വിരോധമായി അടിച്ചെഴുന്നേൽക്കുന്ന പല കാറ്റുകളെയും അതിജീവിക്കാൻ ദൈവസഭയ്ക്ക് ദൈവാത്മാവ് അധികാരത്തെ കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് ദൈവസഭയ്ക്ക് പകരപ്പെടുന്ന അധികാരങ്ങളെ ഉപയോഗിക്കാൻ ഇതിനകത്ത് എത്ര പേരുണ്ട്? നിങ്ങൾ അധികാരത്തെ സ്വീകരിക്കുന്നവർ അധികാരത്തെ പ്രാക്ടീസ് ചെയ്യുക. ചിലതിനെ നീ അതിജീവിക്കാൻ പോകും. ഞാന് നാട്ടിൽ സഭാശുശ്രൂഷിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സെന്ററിന്റെ ചുമതല വഹിക്കുന്ന ദൈവത്തിന്റെ ദാസൻ, താന് അറിയപ്പെടുന്ന ഒരു സുവിശേഷ പ്രാസംഗികനാണ്. അദ്ദേഹം ഇപ്രകാരം ഒരു പദം കൂടെ പറയാറുണ്ട്. കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും, താൻ ഇങ്ങനൊരു പദം പറയും, ചില കൂരികളുടെ താഴ്വര നിനക്ക് നിൽക്കാനുള്ളതല്ല, പകരം നടന്നു കയറാനുള്ളതാണ്. അതായത് കൂരികളുടെ താഴ്വര നിന്റെ മുമ്പിൽ വെളിപ്പെടുന്നത് അവിടെ തമ്പടിച്ചു കിടക്കാനല്ല, പകരം അതിനെ അതിജീവിച്ചു കയറാൻ. പ്രൈസ് ദി ലോർഡ്. കടക്കുകയില്ലെന്ന് കരുതിയ പല കൂരികളുടെ താഴ്വരകളെയും നടന്നു കയറാൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്നവരിൽ ചിലരുടെ കാലുകൾക്ക് ബലം നൽകുന്നു. ചിലതിനെ നീ ഓടിക്കയറും, ചിലതിനെ നീ അതിജീവിക്കുമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാ. ശ്രദ്ധിച്ചേ, ഞാൻ ആ കൂരുൾ എന്ന പദം പറഞ്ഞപ്പോൾ എനിക്ക് ഈ കൂരുളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പഴയ നിയമത്തിലെ കൂരുളാണ്, കൂരിരുട്ട്. അവിടെ ആ കൂരിട്ടിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു ടെർമിനോളജി അത് ഇപ്രകാരമാ: സ്പർശിക്കത്തക്ക ഇരുട്ട്. സ്പർശിക്കത്തക്ക ഇരുട്ട്, അത് ആ ഇരുട്ടിന്റെ കാഠിന്യത്തെ കാണിക്കുന്നതാ. സ്പർശിക്കത്തക്ക ഇരുട്ട്, കാഠിന്യമേറിയ ഇരുട്ട്. അവിടെ സംഭവിച്ചപ്പോ അധികാരവും സമ്പത്തും ആൾബലവും നിയമസംഹിതയും കയ്യിലുള്ള ഫറവോൻ തന്റെ ജനം ഇരുന്നിടത്ത് തന്നെ ഇരുന്നു എന്നൊരു പദം എഴുതിയിട്ടുണ്ട്. ഇരുന്നിടത്ത് തന്നെ ഇരുന്നു, എഴുന്നേക്കാൻ പറ്റിയില്ല. നിന്നെ ഇരുത്തണം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അവിടെ ഫറവോന് തടസ്സമായത് ദൈവത്തിന്റെ കയ്യാ. ദൈവം അയച്ചതാണ് ആ കൂരിരുട്ട്, അല്ലേ? പക്ഷെ എങ്കിലും ഞാനിതിനെ മറ്റൊരു തലത്തിൽ ഇങ്ങനെ പറയട്ടെ, ചില മേഖലകളിൽ നിന്ന് ഇരുന്നു പോകുന്നതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഇരുളിന്റെ ശക്തികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ പദം പറയുമ്പോൾ വളരെ ശ്രദ്ധയോടാ പറയുന്നത്. അവിടെ ഫറവോനെ ഇരുത്തിയത് ഇരുളിന്റെ ശക്തിയാണെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം, സംഭവിക്കുന്ന പലതിന്റെയും മറവിൽ, സംഭവിക്കുന്ന പലതിന്റെയും പുറകിൽ വ്യാപരിക്കുന്ന ചില തലങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇരുള് സംഭവിച്ചപ്പോ രാജത്വം കയ്യിലുള്ളവൻ ഇരുന്നു പോയി. പക്ഷേ ദാവീദ് പറയുന്ന കേട്ടോ, കൂരിരുൾ താഴ്വരയിൽ ഞാൻ ഇരുന്നാലുമെന്നല്ല, പകരം
കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ കടന്നാലും, ഞാൻ നടന്നാലും. അല്ലയോ ദാവീദേ, നിനക്കെങ്ങനാ നടക്കാൻ കഴിയുന്നേ? നിന്നേക്കാൾ മിടുക്കന്മാര് പലരും ഇരുന്നു പോയതല്ലേ ഈ ഇരുള്? നിന്നേക്കാൾ അധികാരമുള്ള പലരും ഇരുന്നു പോയതല്ലേ? നിന്നേക്കാൾ ശ്രേഷ്ഠന്മാർ പലരും ഇരുന്നു പോയതല്ലേ ഈ സാഹചര്യം? ദൈവാത്മാവിനൊരു ദൂത് പറയാനുണ്ട്. ദാവീദ് പറയും, എല്ലാവരും ഇരുന്നതാ, പക്ഷേ പലരെയും ഇരുത്തിക്കളഞ്ഞ ഈ കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഈ കൂരിരുള്ള ഞാൻ ഭയപ്പെടില്ല. കാരണം നീ, അല്ലെങ്കിൽ അവിടുന്ന് എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. ഞാൻ ദൈവാത്മാവിൽ ദൈവസഭയെ നോക്കി ഇപ്രകാരം ആ ദൂത് റിലീസ് ചെയ്യുന്നു. നീ കടന്നു പോകുന്ന സാഹചര്യമുണ്ടല്ലോ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ കടന്നു പോകുന്ന സാഹചര്യമില്ലേ? സാഹചര്യം, ആ സാഹചര്യം നിനക്ക് സമാനമായി കയറിപ്പോയ പലരും ഇരുന്നു പോയതാ, പലരും തകർന്നു പോയതാ. നീ അനുഭവിക്കുന്ന ഈ സാഹചര്യം കടക്കാൻ കഴിയാതെ പലരും ജീവിതം അവസാനിപ്പിച്ചതാ. പക്ഷെ ആത്മാവിന് ദൂത് പറയാനുണ്ട്. അവിടുത്തെ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുന്ന നിന്നെ കൈപിടിച്ചതിനപ്പുറം കടത്തിക്കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവിനൊരു പദ്ധതിയുണ്ട്. ബഥേലിനെ നോക്കി ഇപ്രകാരം ഞാൻ ആ ദൂത് കൈമാറുന്നു. കൂരിരുളിന്റെ മരണത്തിന്റെ താഴ്വരകൾ മുമ്പിൽ കൊണ്ടുവച്ച് ഭയപ്പെടുത്താൻ പിശാച് പദ്ധതിയിടുമ്പോ സാന്നിധ്യം കൂടെയുള്ള ചിലത് അതിനെ നടന്നു കയറും. മനസ്സിലാകുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ചിലതൊക്കെ നടന്നു കയറാൻ പോകുക. റഗാമന ഹസിയാദരാധന, അതെ അതെ, മരണത്തിന്റെ മരണനിഴലിന്റെ താഴ്വരകളെ ചിലത് നടന്നു കയറും. റഗൽഖമന ഘടകസിയ. ഇന്ന് പകലിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഓൺലൈനായിട്ട് എന്നെ വാച്ച് ചെയ്യുന്നവരെ, പരിശുദ്ധാത്മാവിന് അങ്ങനെ പറയാനുണ്ട് കേട്ടോ. ചിലതിനെ നീ നടന്നു കയറും. നീ ചിലതിനെ അതിജീവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. കാരണം ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. നീയും നിന്റെ സ്നേഹിതരും തമ്മിൽ നിന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. നീ എന്നോടുകൂടെ ഇരിക്കുന്നതിലേക്കൊന്ന് ദാവീദ് പറഞ്ഞതുപോലെ കൂടിയിരിക്കുന്ന ദൈവ സാന്നിധ്യം. ഈ എന്നോട് കൂടി ഇരിക്കുന്നല്ലോ എന്ന് പറയുമ്പോഴേ അതിനകത്ത് ഒരു വലിയ മർമ്മം കിടപ്പുണ്ട്. ഈ കൂടെ നിൽക്കുന്ന വ്യക്തി ആരാന്നറിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, കൂടെ നിൽക്കുന്ന വ്യക്തി നീതിസൂര്യനാ. നീതിസൂര്യൻ കൂടെ ഉള്ളപ്പോ കൂരിരുളിനെ പേടിക്കണോ? ഈ കൂരിരുളിനെ കുറിച്ച് ഈ ഒന്ന് രണ്ട് പദം കൂടെ ഞാൻ പറയാം. സങ്കീർത്തനം വായിക്കുമ്പോൾ ഇങ്ങനൊരു പദമുണ്ട്, ദുഷ്ടനെ കുറിച്ച് പറയുന്ന, അവൻ ഇരുട്ടത്തെയ്യേണ്ടതിന്, അല്ലേ, അങ്ങനല്ലേ, അവൻ ഞാണിന്മേൽ, അല്ലേ, ഇരുട്ടത്തെയ്യേണ്ടതിന് എന്ന് പറഞ്ഞാ ഈ ഞാൻ എൻ്റെ ബുദ്ധിയുടെ, അല്ലെ, എൻ്റെ അറിവിന്റെ പരിമിതി നിന്നുകൊണ്ടൊരു പദം ഞാൻ പറയാം. ഈ ഇരുട്ടത്തെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് കേട്ടോ, മൂങ്ങായ. ശ്രദ്ധിക്കണം, എനിക്കറിയാം അതൊരു വലിയ ആഴമായ വെളിപ്പാടൊന്നും അല്ല, ഒരു ചെറിയ ചിന്തയാ. മൂങ്ങാടെ പ്രത്യേകത, ഇവന് കണ്ണ് കാണണമെങ്കിൽ ഇരുട്ട് വേണം. ശ്രദ്ധിച്ചേ, ഈ ദുഷ്ടന്റെ ഉന്നം പിഴയ്ക്കാതെ കൃത്യം കൊള്ളണമെങ്കിൽ ഇരുട്ടത്ത് നടക്കത്തുള്ളൂ. എന്ന് പറഞ്ഞ വെളിച്ചം എവിടെ നഷ്ടപ്പെടുന്നോ ചില അമ്പുകൾ നിന്നെ നോക്കി നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാ. എവിടെയാണോ ഇരുൾ വ്യാപരിക്കുന്നത് അവിടെ അവൻ എയ്യും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം നീതിസൂര്യനായ കർത്താവിനെ കൂടെ നിർത്തുക. ഓ ജീസസ്, ഞാനിത് പറയുമ്പോ പരിശുദ്ധാത്മാവ് ഇപ്രകാരം എന്റെ ഹൃദയത്തിൽ തരുന്ന ഒരു ചിന്ത ഞാൻ കൈമാറാം. ഞാൻ അവളെ വശീകരിച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് പോകും, ഞാൻ അവളോട് കൃത്യമായി സംസാരിക്കും എന്ന് വായിക്കുന്ന ആ ഭാഗങ്ങളില്ലേ, പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ചിലരോട് നിന്നുപോയ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. ദൈവത്തിന്റെ ഫെലോഷിപ്പ്, പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചേ, ഉൽപ്പത്തി പുസ്തകം ഒന്ന് പഠിച്ചേ, അവിടെ പറയില്ലേ, വെയിലാറുമ്പോൾ, എന്താ വെയിലാറുമ്പോൾ യഹോവയായ ദൈവം മനുഷ്യനോട് കൂടെ നടക്കേണ്ടതിന് ഇറങ്ങി വരും.
ഈ വെയിലാറുന്ന സമയമാ, സന്ധ്യയിലേക്ക് അടുക്കുന്ന സമയം. ഇരുട്ട് വ്യാപരിച്ചു തുടങ്ങിയിട്ടില്ല. ഈ ഇരുട്ടിനെ സയന്റിഫിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആബ്സെൻസ് ഓഫ് ലൈറ്റ് എന്നല്ലേ. അപ്പം വെയിലാറുക എന്ന് പറയുമ്പോൾ ലൈറ്റിന്റെ പ്രകാശം കുറഞ്ഞു വരുമ്പോ, എന്റെ കൂടെ ഉണ്ടോ? സയന്റിഫിക് ആയിട്ട് അധികം അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് അറിവില്ല. എങ്കിലും ശ്രദ്ധിച്ചേ, വെയിലാറാൻ തുടങ്ങുമ്പോ, പതുക്കെ പതുക്കെ പ്രകാശം കുറയാൻ തുടങ്ങുമ്പോഴേ അരുമനാഥൻ ഇറങ്ങി വന്ന് മനുഷ്യനെ കൂടെ പിടിച്ചു നിർത്തും. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കുമെന്ന് അറിയാം. പ്രൈസ് ദി ലോർഡ്. ചില കരച്ചിലുകൾ, ഒന്നുകൂടെ പറഞ്ഞാൽ, ഇരുട്ട് തെയ്യേണ്ടതിന് പദ്ധതി തയ്യാറാക്കി ഇരുട്ടിന്റെ മറവിൽ നിന്നുകൊണ്ട് കരച്ചിൽ വരുത്തി. ഒന്നുകൂടെ പറ, ഇരുട്ടിന്റെ മറവിൽ വിലാപമാക്കാൻ അവൻ പൈശാചികൻ പദ്ധതി ഇട്ട് നിൽക്കുമ്പോ ദേ ഇറങ്ങി വന്ന് വെയിലാറുമ്പോഴേ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരപ്പൻ. ഇന്ന് പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് ഞാൻ കൈമാറാം. ചില ഇരുളുകൾക്ക് നിന്നെ തനിച്ചാക്കാതെ റഖ മന ഹസിയാതന്ന, എന്നെ കേൾക്കുന്നവരിൽ ചിലർ ആത്മാവിൽ ഞാൻ തനിച്ചായി പോയല്ലോ എന്ന് കേൾക്കുന്നവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ റിഖ മന ഹസിയാ ദരാദൽ ഖമന ഘടകസിയാദര. ഞാന് ഈ ചാറ്റ് ബോക്സിൽ അനേക വ്യക്തികൾ അതിന് ആമേൻ ഹല്ലേലൂയ ഒക്കെ പറയുന്ന ഞാൻ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആത്മാവിൽ ആ ദൂത് കൈമാറുന്നു കേട്ടോ. അത് മറ്റൊന്നുമല്ല, ഞാൻ തനിച്ചായി പോയല്ലോ എന്നുള്ള നിന്റെ ചിന്ത. പരിശുദ്ധാത്മാവ് ഇങ്ങൊരു ദൂത് ഇടപെടുന്നുണ്ട്. നിന്നെ തനിച്ചാക്കാതെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. പ്രിയ സഹോദരി ജ്യോതി ടി ഡാനിയേൽ, ദൈവാത്മാവാ ഇടപെടുന്ന കേട്ടോ. നിന്നെ തനിച്ചാക്കാതെ ചേർത്ത് പിടിക്കുന്ന ദൈവ സാന്നിധ്യം. റമൽ ഖമാനഘടക ശബ്ദരാദിയാതന. യേശുവിന്റെ നാമത്തിൽ ഇന്ന് എന്റെ ഈ സന്ദേശം കേൾക്കുന്ന ആമേൻ ദൈവമക്കളോട് പരിശുദ്ധാത്മാവി പറയുന്നു, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ ചിലർ ഏകാന്തമായ പ്രതീക്ഷിച്ച ആമേൻ തലങ്ങളിൽ അവോയ്ഡ് ചെയ്യപ്പെട്ട ഏകാന്തതയിൽ നിൽക്കുന്ന ചിലതിനോട് പരിശുദ്ധാത്മാവിൽ എനിക്ക് സന്ദേശം കൈമാറാനുണ്ട്. സന്ധ്യക്ക് നിന്നെ വിട്ടുകൊടുക്കാതെ, ഇരുളിന് നിന്നെ വിട്ടുകൊടുക്കാതെ ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പനെ നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇങ്ങനെ എന്റെ ആ സന്ദേശത്തിലേക്ക് വരണം. ചില ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമുള്ള ആ ഒരു പദത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എങ്കിലും ഒന്ന് രണ്ട് വാക്കുകൂടെ ഞാൻ അവിടെ ഒന്ന് സൂചിപ്പിച്ചോട്ടെ. ദൈവാത്മാവ് നൽകുന്ന വചന വെളിപ്പാടുകൾക്കും ക്രോസ് കണക്ഷനുകൾക്കും നന്ദി. ശ്രദ്ധിച്ചേ, ഏതനിൽ വെയിലാറുമ്പോ പ്രതിസന്ധി വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ചേർത്തു പിടിക്കുന്ന ഒരു കർത്താവ്. കിടസവനയിൽ ഇട്ടെന്ന് വന്നേ. കിടസവനെ വരുമ്പോ ഒരു പദമുണ്ട്. യേശു ചോദിക്കുക, നിങ്ങൾ ആരെ തിരയുന്നു? അവർ പറയുന്നു യേശുവിനെ. ഉടനെ പറയുന്നു, നിങ്ങൾ എന്നെ തിരയുന്നെങ്കിൽ ഞാൻ ഇതായ നിങ്ങളോട് പറഞ്ഞുവല്ലോ, എന്നെ പിടിക്ക്. അടുത്തത്, ഇവർ പൊയ്ക്കൊള്ളട്ടെ. എന്താ പദം? ഇവർ പൊയ്ക്കൊള്ളട്ടെ. ഞാൻ ഈ പദം പറയുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ ദേവദാസൻ ഈ വാക്യത്തെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഇങ്ങനൊരു പദം പറയാറുണ്ട്. അതിങ്ങനെയാ, എന്നെയാ വേണ്ടതെങ്കിൽ നീ എന്നെ പിടിക്കുക, എന്റെ പിള്ളാരെ തൊട്ടുപോകല്ലോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ പദം കടമെടുത്തതാ. പക്ഷെ ആ പദം അവിടെ നിൽക്കട്ടെ. എനിക്ക് സന്ദേശം കൈമാറാനുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു പ്രതിസന്ധി മുമ്പിൽ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും തൻ്റെ കൂടെ നിൽക്കുന്നവരെ സുരക്ഷിതരാക്കുന്ന ദൈവസ്നേഹം. എത്ര പേർക്ക് അർത്ഥം പിടികിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഹധരിയ അജൽ ഖമാന ഹസിയാദന. സുൽപാസ്tre പരിശുദ്ധാത്മാവ് സഭയോട് അങ്ങനെ ഇടപെടുന്നു. ചിലതിനെ സുരക്ഷിതമായ വലയത്തിനകത്ത് കയറ്റി നിർത്താൻ തമ്പുരാന് പദ്ധതികളുണ്ട്. ഓ ഹല്ലേലൂയ. ചിലതിനെ മരണത്തിന്റെ കരുതൽ പിടിച്ചുകൊണ്ട് പോകാൻ ആമൻ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറട്ടെ. ചിലതിനെയൊക്കെ സുരക്ഷിതമായ പാളയത്തിലാക്കാൻ ദൈവത്തിന് കഴിയും. ഇനി അവിടെ മാത്രമല്ല, കൂടെ നിൽക്കുന്നവനെ സുരക്ഷിതനാക്കുന്ന കർത്താവിന്റെ സ്നേഹം. അങ്ങ് ക്രൂശിലേക്ക് നോക്കിക്കേ. തന്റെ അവസാന മൊഴികളിൽ ഒരു മൊഴി, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. കണ്ടോ? അവസാന മൊഴി. താൻ മൊഴിയുന്നതിന് തൊട്ടു മുമ്പും തൻ്റെ കൂടെ കിടക്കുന്ന ഒരുവന്റെ കൂടെ നിത്യത സുരക്ഷിതമാക്കാൻ എൻ്റെ കർത്താവ് കരുതുന്ന കണ്ടോ? ഇന്ന് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളോട് അപ്രകാരം ഞാൻ ആ മെസ്സേജ് കൈമാറുന്നു. നിന്നെ തനിച്ചാക്കാതെ നിന്നെ കൂടെ ചേർത്ത് പിടിച്ചു നിർത്തുന്ന ദൈവ സ്നേഹത്തിന് നന്ദി പറയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അപ്പോ
ഈ ദൈവത്തെ കൂടെ പിടിച്ചു നിർത്തിയാൽ കൂരിരുളിനെ നിനക്ക് അതിജീവിക്കാൻ കഴിയും. സമയം വേഗത്തിൽ മുമ്പോട്ട് പോകുന്നു, ഞാൻ വരട്ടെ. അപ്പോ ചില ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കഴിയാനുള്ളതാണ്, അതിനെ അതിജീവിക്കാനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അതിജീവനമാണ് നമ്മുടെ ജീവിതം. പ്രൈസ് ദി ലോർഡ്. അതിജീവനം. ഈ അതിജീവനത്തിന്റെ പാതകളിൽ നിൽക്കുന്നവരുടെ മേലാണ് ആമേൻ ഗ്രേറ്റ് വിക്ടറീസ്, മഹാവിജയങ്ങൾ കണ്ടിട്ടുള്ളത്. ഈ ചില ദിവസം കഴിഞ്ഞ ശേഷം എന്ന ആ കഴിഞ്ഞുപോയ ദിവസങ്ങളെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കാൻ തുടങ്ങുകയാണ്. 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരാൻ പോകുകയാണ്. ഈ മർക്കോസിനെ കുറിച്ച് പഠിച്ചാൽ ദാസനായ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ വേണ്ടി താൻ എഴുതിയിരിക്കുന്ന സുവിശേഷമാണ് ഈ മർക്കോസിന്റെ സുവിശേഷം. അപ്പോസ്തലനായ പൗലോസിന് ലൂക്കോസ് എങ്ങനെയായിരുന്നോ അതുപോലെയായിരുന്നു അപ്പോസ്തലനായ പത്രോസിന് മർക്കോസ്. ഒന്നുകൂടെ പറയാം, അപ്പോസ്തലനായ പൗലോസിന് ലൂക്കോസ് എങ്ങനെയായിരുന്നോ അതുപോലെയായിരുന്നു അപ്പോസ്തലനായ പത്രോസിന് മർക്കോസ്. അർത്ഥം, ഈ അഭിഷേകമുള്ള ദൈവദാസന്മാരോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അവരുടെ ഒരു അഭിഷേകത്തിന്റെ നിലവാരം ലഭിക്കാറുണ്ട്, അല്ലെ? ഞാന് ഈ പ്രവാചകന്മാരായ ദൈവദാസന്മാരെ ശിഷ്യന്മാരായി നിൽക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? അവരിൽ നല്ലൊരു ഭാഗം ആൾക്കാരും പ്രവാചകന്മാരായിരിക്കും. അഭിഷിക്ത ലീഡർഷിപ്പിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അതിൻ്റെതായ ഒരു അനുഗ്രഹമുണ്ട്. ഞാൻ അതിനെ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുക. ലൂക്കോസിന്റെ എഴുത്തുകൾ നമ്മൾ പഠിച്ചാൽ 2 ഭാഗങ്ങൾ താൻ എഴുതി, അല്ലേ? ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷം, 2 അപ്പോസ്തല പ്രവൃത്തികൾ. സ്വതവേ വൈദ്യനായ ലൂക്കോസ്, അത്യാവശ്യം കാര്യം അറിയാവുന്ന, ഗ്രഹിക്കാൻ കഴിവുള്ള ലൂക്കോസ്, താന് ഈ 2 ഭാഗങ്ങളും എഴുതിയിരിക്കുന്നത് ഒരു ചരിത്രകാരന്റെ ചിട്ടയോടെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ ശിക്ഷണം അതിന് തന്നെ ബലപ്പെടുത്തിയെന്നാണ് കേൾക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം പഠിച്ചാൽ അപ്പോസ്തലനായ പത്രോസ് താൻ വ്യത്യസ്തനായിരുന്നു. വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ആ വ്യത്യസ്തത ഉണ്ടായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ യേശുക്രിസ്തു ഫിലിപ്പിന്റെ കൈസരിയോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? പലരും പറയുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞ ശേഷം കർത്താവ് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താ? ഉടനെ പത്രോസ് ഒരു മറുപടി പറഞ്ഞു. ആ മറുപടി കേട്ടപ്പോ, എന്റെ ഭാഷയാണേ, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. യേശു പറഞ്ഞു, എന്റെ പൊന്നു ശീമോനെ, ഞാൻ എന്റെ ഭാഷ പറഞ്ഞതേ ഉള്ളൂ, എന്റെ പൊന്നു ശീമോനെ, എന്നാ വെളിപ്പാടാ ഇത്? എന്നാ വെളിപ്പാടാ നീ ഇറക്കി വിടുന്നേ? അടുത്ത പദം ഇങ്ങനെയാ, ജഡരക്തങ്ങൾ അല്ല വെളിപ്പെടുത്തിയേ, കാരണം അമ്മാതിരി സാധന നീ പറയുന്നേ, എന്റെ പിതാവായി വെളിപ്പെടുത്തിയേ. കണ്ടോ, വെളിപ്പാടിന്റെ കാര്യത്തിൽ വ്യത്യസ്തൻ. ഇനി അടുത്ത വ്യത്യസ്തത പറയാം, തെറ്റിദ്ധരിക്കല്ലേ. ഇത്രയും വെളിപ്പാട് പറഞ്ഞ ഈ പത്രോസ് അല്പസമയം കഴിഞ്ഞപ്പോ യേശുക്രിസ്തുവിനെ ഉപദേശിക്കാൻ തുടങ്ങി. കണ്ടോ, ഈ ഓവർ സ്മാർട്ട്നെസ് എന്നൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ ഒരു വ്യത്യസ്തത. യേശുക്രിസ്തു എല്ലാവരുടെയും പാദം കഴുകാൻ നീക്കുമ്പോൾ ഇപ്പോൾ ഒരു പദമുണ്ട്, ആദ്യം പറഞ്ഞ് കഴുകണ്ട. അവിടെ ഒരു വ്യത്യസ്തത. അല്ല, കഴുകിയേ പറ്റുന്ന ഉടനെ പുള്ളിയുടെ മറുപടി, എന്നാ ഒരു കാര്യം ചെയ്യും, എന്നെ മൊത്തമായിട്ട് അങ്ങ് കഴുകിയേക്കാൻ. സ്തോത്രം. ശകലത്തിൽ ഒരു വ്യത്യസ്തത ഈ പത്രോസിൽ കാണാൻ കഴിയും. ഞാനേ ഈ പത്രോസിനെ കുറിച്ച് പറയുമ്പോൾ ഒറ്റ പദം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പത്രോസിന്റെ അന്ത്യകാലത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, തന്റെ മരണത്തിന്റെ സമയമായപ്പോൾ തന്റെ അന്ത്യാഭിലാഷം ആവശ്യപ്പെട്ടവരോട് താൻ പറഞ്ഞൊരു മറുപടിയായി ഞാൻ ചില പുസ്തകങ്ങളിൽ വായിച്ചേക്കുന്നത്, നിങ്ങൾ എന്നെ കഴിയുമെങ്കിൽ തലകീഴായി ക്രൂശിക്കണം. കാരണം ഇത് കേട്ട ആ പട്ടാളക്കാരൻ, ആ എക്സിക്യൂട്ട് ചെയ്യേണ്ട വ്യക്തി ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം പറയാൻ കാരണം? പത്രോസിന്റെ മറുപടി, എന്റെ അവസാന ശ്വാസം വരെ എന്റെ അരുമനാഥന്റെ പാദാരം വിന്ദങ്ങൾ, എനിക്ക് അവിടുത്തെ പാദങ്ങൾ നമസ്കരിക്കണം. കണ്ടോ, മരണത്തിൽ പോലും വ്യത്യസ്തത പുലർത്തിയ ഒരു മനുഷ്യനായിരുന്നു പത്രോസ്. ആ പത്രോസ് തന്റെ കൂടെ നടന്ന മർക്കോസിന്റെ മേലും ഈ വ്യത്യസ്തതയുടെ ഒരു അഭിഷേകത്തെ കൈമാറി. പ്രൈസ് ദി ലോർഡ്. ആ വ്യത്യസ്തത മർക്കോസിന്റെ എഴുത്തുകളിൽ കാണാൻ കഴിയും. ഈ 1-ാം അധ്യായം നമ്മളൊന്ന് പഠിക്കാൻ പോവാ. ശ്രദ്ധിച്ചോണേ, ഇതിനകത്ത് ദൈവാത്മാവ് നൽകുന്ന പ്രാവചനിക ദൂതുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും.
ഈ 1-ാം അധ്യായം വചന പഠിതാക്കളുടെ ശ്രദ്ധയ്ക്ക് ഒരു പദം ഞാൻ പറയാം. ഇത്രയും പാരഗ്രാഫുകൾ കുത്തി നിറയ്ക്കപ്പെട്ട മറ്റൊരു അധ്യായം മലയാള വേദപുസ്തകത്തിൽ ഉണ്ടോന്ന് സംശയം. ഒന്നുകൂടെ പറയാം. ഇത്രയും അധികം പാരഗ്രാഫുകൾ, ഇത്രയും അധികം ഖണ്ഡികകൾ കുത്തി നിറയ്ക്കപ്പെട്ട മറ്റൊരു അധ്യായം മലയാളം ബൈബിളിൽ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന് കാരണം ഞാൻ പറയാം. ഞാൻ ഒരിക്കല് വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കും, ബൈബിൾ കോളേജ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ എന്റെ വിദ്യാർത്ഥികളോട് ചോദിച്ചു, ഏത് കാരണത്താലാണ് ഒരു പാരഗ്രാഫ് തിരിക്കുന്നത്? ഉടനെ രസികനായ ഒരു വിദ്യാർത്ഥി പറഞ്ഞു, എങ്ങനെയാ പാരഗ്രാഫ് തിരിക്കുന്നല്ലേ സാറ് ചോദിച്ചേ? ഞാൻ പറഞ്ഞു, ആരാ ചോദിച്ചേ? സാറ് പാരഗ്രാഫ് തിരിക്കാൻ എളുപ്പമാ. എവിടെ പാരഗ്രാഫ് തിരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അവിടെ ഒരു എൻട്രി അടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴെന്റെ മനസ്സിൽ ഓർമ്മ വന്നു, ഈ പഴയ കാലത്ത് എക്സാം എഴുതുന്ന സമയത്തൊക്കെ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 2 ഖണ്ഡികയിൽ ഉത്തരം എഴുതുക, 3 ഖണ്ഡികയിൽ ഉത്തരം എഴുതുക എന്നൊക്കെ പറയുമ്പോ നമ്മളിങ്ങനെ വലിച്ചു നീട്ടി ഗ്യാസ് ആക്കി 2ഉം 3ഉം ഖണ്ഡികയാക്കി വെക്കുക എന്റെ മനസ്സിൽ ഓർമ്മ വന്നു. യഥാർത്ഥത്തിൽ മലയാള വ്യാകരണ പ്രകാരം പാരഗ്രാഫ് തിരിക്കാൻ 2 നിയമങ്ങളാണുള്ളത്. ഒന്ന്, പറഞ്ഞു വന്ന സംഭവം അല്ലാതെ മറ്റൊരു സംഭവം, മറ്റൊരു ചരിത്രം എഴുതിയാൽ അടുത്ത ഒരു പാരഗ്രാഫ്, അടുത്ത ഖണ്ഡിക വേണം. 2, പറഞ്ഞു വന്നതിന് ഒരു ഓവർ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ സബ് പാരഗ്രാഫുകൾ തിരിക്കാം. ഞാൻ ഈ സുവിശേഷം പഠിച്ചപ്പോ 1-ാം അധ്യായത്തിനകത്ത് 10 പാരഗ്രാഫുകൾ, 10നും പറയാനുള്ളത് തുടരെയുള്ള വ്യത്യസ്ത സംഭവങ്ങളാണ്. തുടർച്ചയെങ്കിലും വ്യത്യസ്ത സംഭവങ്ങളാണ്. ഞാനൊരു ചോദ്യം ഇവിടെ ചോദിച്ചു, അല്ലയോ മർക്കോസേ, നീ എഴുതാൻ തുടങ്ങുന്നല്ലേ ഉള്ളൂ? നീ എഴുതിയ ഒരു 5-6 അധ്യായം ഒന്ന് മൂത്തിട്ട്, നമ്മുടെ ഭാഷയെ പറഞ്ഞ എഴുത്തൊന്ന് മൂത്തിട്ട് നീ ഇത്രയും ചരിത്രം അങ്ങ് എഴുതിയാ പോരെ? പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നു. അതിങ്ങനെയാ, അല്ല, ചില ആരംഭങ്ങൾ തന്നെ ചരിത്രമാകാൻ പോകുന്നു. റിഖ മനഹസിയാധന. പരിശുദ്ധാത്മാവ് ബഥേലിനെ നോക്കി ഇങ്ങനെ ഒരു ദൂത് കൈമാറുന്നു. ചില ആരംഭങ്ങൾ, യെസ്, ഞാൻ ഇന്റൻഷനലി ആ പദം ഉപയോഗിക്കുകയാ. ചില ആരംഭങ്ങൾ ചരിത്രമാകാൻ പോകുന്നു. ചിലതൊക്കെ ചെയ്തു തീരുമ്പോഴാണ് ചരിത്രമാകുന്നത്, അല്ലേ? നോ, നിന്റെ ആരംഭങ്ങൾ തന്നെ ചരിത്ര സംഭവമാകാൻ പോകുന്നു. ബഥേലിനെ നോക്കി ഞാൻ ആത്മാവിൽ അങ്ങനെ പ്രവചിക്കുന്നു കേട്ടോ. ദീർഘവർഷങ്ങളായി കാത്തുകിടക്കുന്ന പലതും ആരംഭിക്കാൻ പോകുന്നു. ആ ആരംഭങ്ങൾ ചർച്ചാ വിഷയമാകും. ആ ആരംഭങ്ങൾ ചരിത്രമായി തീരുമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ്. റന്തൽ ഖമന ഘടകസുയാതന. ഇന്ന് ആമേൻ, ഈ ദൂതിന് ആമേൻ പറയുന്ന ഒരു കൂട്ടം സഹോദരങ്ങളെ ഞാൻ കാണുന്നല്ലോ ചാറ്റ് ബോക്സിൽ. നിങ്ങളോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് അത് തന്നെയാ. ചില ആരംഭങ്ങൾ ചരിത്രങ്ങളാകാൻ പോകുന്നു. റിഖൽ ഖമന ഘടകസിയ. യേശുവിന്റെ നാമത്തിൽ ഈ ശബ്ദം ശ്രവിക്കുന്നവരുടെ മേൽ അതങ്ങനെ സംഭവിക്കട്ടെ, അതങ്ങനെ സംഭവിക്കട്ടെ. ഇന്ന് പകൽ അത് റിസീവ് ചെയ്യാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? താങ്ക് യു ജീസസ്. യെസ്, ഞാനത് ഓർക്കാതിരുന്നില്ല കേട്ടോ. ഈ പുസ്തകത്തിൽ നിന്നൊരു പ്രവാചകയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അത് മറ്റാരല്ല, എലിസബത്ത്. റൈസലോ. ഞാൻ ഈ എലിസബത്ത് എന്ന് പറയുമ്പോൾ ഈ ചാറ്റ് ബോക്സിൽ ഒരു എലിസബത്തിനെ കാണുന്നു. റൈസലോ, സ്തോത്രം. എലിസബത്തിന്റെ പ്രത്യേകത, ഒത്തിരി പ്രവചനമൊന്നും പ്രവചിച്ചില്ല. ആകെ പ്രവചിച്ചത് ഒരൊറ്റ പ്രവചനം. എന്താ പ്രവചനം? ഞാൻ പറയാം. ഗബ്രിയേൽ ദൂതൻ മറിയയുടെ വീട്ടിലെത്തി. മറിയയോടൊരു ദൂത് പറഞ്ഞു. അറിയാമല്ലോ ആ ദൂത് എന്താണെന്ന്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉൽപ്പതിപ്പിക്കുന്ന വിശുദ്ധ പ്രജ. ഉണ്ടോ? അത്യുന്നതൻ, പരിശുദ്ധാത്മാവ്, വിശുദ്ധ പ്രജ, ആ ത്രിത്വം ചേർന്ന് നിൽക്കുക. ഇത് കേട്ടുടനെ മറിയയുടെ ചോദ്യം നമുക്കറിയാം. അസാധ്യയുടെ വാക്ക് പറഞ്ഞു. ആ വാക്കുകളെ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടും വിശ്വാസം കൊണ്ടും നേരിട്ടു. അവളുടെ ഉദരത്തിൽ ഉരുവാകും എന്ന് പരിശുദ്ധാത്മാവിൽ താന് ആ വാഗ്ദത്തം സ്വീകരിക്കുന്നു. അടുത്ത പദം, ആ കാലത്ത്
ആ കാലങ്ങളിൽ ഒന്നിൽ എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ ഒരു ഡെറിവേഷൻ ഒരു കമന്ററി വായിച്ചത് ബിറ്റ്വീൻ ദ ഡേയ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ മൺഡേ ആണ് ഇത് കേൾക്കുന്നതെങ്കിൽ ബിഫോർ നെക്സ്റ്റ് മൺഡേ എന്നൊരു കമന്ററി ഞാൻ വായിച്ചു. ഞാൻ ആധികാരികമായി അതിനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം കമന്ററികൾ വ്യത്യസ്തമാണല്ലോ. എങ്കിലും എനിക്ക് അതിനോട് സ്റ്റിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ബിറ്റ്വീൻ ദ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ആ കാലങ്ങളിലൊന്നിൽ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ശരിച്ചേ, മറിയ എന്ന് ചാർച്ചക്കാരിയായ എലിസബത്തിന്റെ വീടിന്റെ മുമ്പിൽ ഒരു വന്ദനം ചൊല്ലി. വന്ദനം. ആ വന്ദന സ്വരം എലിസബത്തിന്റെ കാതിൽ വീണപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മ നിറഞ്ഞവളായി പ്രവചിക്കാൻ തുടങ്ങി. ചോദിക്കൽ, എന്റെ കർത്താവിന്റെ മാതാവ്. ഓ, സയൻസ് ഫീറ്റസിനെ ഉറപ്പിക്കുന്നതിന് മുമ്പ് ഉദരത്തിൽ കിടക്കുന്ന തലമുറയുടെ സെക്സ് ഡിറ്റർമിനേഷൻ എലിസബത്ത് എന്ന പ്രവാചകി ആദ്യത്തെ പ്രവചനം നടത്തി. ഹലോ, പ്രവചിച്ചല്ലേ തെളിയുന്നേ? എലിസബത്ത് പറയാം, അല്ല, ആദ്യത്തെ പ്രവചനമേ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അന്താരാഷ്ട്ര ദൂതായിരുന്നു. ഈ ഫോറൻസിക് പ്രൊഫസി എന്നൊക്കെ ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയോ വായിച്ചു കണ്ടു. പ്രൈസ് ലോർഡ്. ശ്രദ്ധിച്ചേ, ആരംഭം തന്നെ നിന്റെ മേൽ കിടക്കുന്നത് വ്യത്യസ്തമായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. പത്രോസേ, നിന്റെ ഒന്നാമത്തെ ഔദ്യോഗിക പ്രസംഗം തന്നെ 3000 പൊക്കുന്നതായിരിക്കും. റഗൽ ഖമാന ഘടകസിയ. കമോൺ, ഇന്ന് ആ ദൂത് റിസീവ് ചെയ്യാൻ എത്ര പേരുണ്ട്? ചില ആരംഭങ്ങൾ ചരിത്രമാകുന്നു, ചില ആരംഭങ്ങൾ ദൈവ പദ്ധതിയാകുന്നു. ചില ആരംഭങ്ങൾ ചർച്ചാ വിഷയമാകുന്നു. ചില ആരംഭങ്ങൾ ചർച്ചാ വിഷയമാകുന്നത്. ഞാൻ അതിനോട് ചേർത്തൊരു ദൂരം ചേർത്ത് വരാം. അതിങ്ങനെയാണ്. യെരുശലേമിൽ നിന്ന് ഉപദ്രവം ഉണ്ടായപ്പോൾ അപ്പോസ്തലന്മാർ ഒഴികെയുള്ളവർ ചിതറിപ്പോയി. ഫിലിപ്പോസ് ചെന്നത് ശമരിയ പട്ടണത്തിൽ. ഇവിടെ ശമരിയ പട്ടണത്തിലോട്ട് ഫിലിപ്പോസ് ചെന്ന് കയറി. അവിടെ ഓർക്കണം ഒരു പദം പ്രത്യേകം, അപ്പോസ്തലന്മാർ ഒഴികെയുള്ളവർ യെരുശലേമിൽ നിന്ന് പോയി. അപ്പൊ അപ്പോസ്തലന്മാർ ഉള്ളത് യെരുശലേമിലാണ്. ശ്രദ്ധിക്കണം, ഈ ഫിലിപ്പോസ് ചെന്നത് ശമരിയ എന്ന ദേശത്തോട്ട്. ശമരിയർ ദൈവവചനം വിശ്വസിച്ചു. ഈ ഫിലിപ്പോസിന് നേരത്തെ ഡിസൈൻ ചെയ്തിരുന്ന ജോലി, അല്ലെ അസൈൻ ചെയ്തിരുന്ന ജോലി ഒരിക്കലും മിനിസ്ട്രി ആയിരുന്നില്ല. മിനിസ്ട്രി തെറ്റാണ്. മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ മേശമേൽ, അല്ലേ, അവർക്ക് എന്താണ് ആവശ്യമുള്ളത് കൊടുക്കുക, അതാ ഏൽപ്പിച്ചിരുന്നത്. പ്രീ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ, പ്രയർ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ ഒരു അഭിഷിക്തൻ നേരെ ശമരിയിലോട്ട് ഇറങ്ങി. സംഭവിച്ചത് ഒരു പയനീർ മിനിസ്ട്രി ആണെന്നുള്ള ചിന്ത വിട്ട് പരിശുദ്ധാത്മാവ് അങ്ങ് ഇറങ്ങി നിന്നു. ഓ ജീസസ്. ശമരിയർ ദൈവം റിസീവ് ചെയ്യാൻ തുടങ്ങി. താങ്ക് യു ജീസസ്. ഈ കോവിഡ് സിറ്റുവേഷൻ ആണെന്ന് എനിക്കറിയാം. ബഥേലിന്റെ പ്രവർത്തന രീതികളെ കുറിച്ചും അല്പം എനിക്ക് അറിവുണ്ട്. പക്ഷേ എൻ്റെ ഒരറിവും ദൈവം നൽകുന്ന വെളിപ്പാടുകൾക്കപ്പുറമല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനൊരു പദം കൈമാറുന്നു. നിങ്ങളുടെ ചിന്തയിലുണ്ടോ എന്നെനിക്കറിയില്ല. ചർച്ച് പ്ലാന്റിംഗ്, ശമര്യർ ദൈവവചനം അനുസരിച്ചതുപോലെ ആത്മാവ് ഇടപെടുന്നു. സ്പിരിച്വൽ ലീഡർഷിപ്പിന് കീഴ് നിൽക്കാൻ തമ്പുരാൻ ചർച്ചുകളെ റേസ് ചെയ്യാൻ പോകുന്നെന്ന് ബഥേലിനെ നോക്കി വളരെ സീരിയസ് ആയ ദൂത് ഞാൻ കൈമാറുന്നു. ഓ ജീസസ്. സ്പിരിച്വൽ മെന്ററിങ് ഒരു ജാതിയെ മുഴുവൻ മെന്റർ ചെയ്യുന്നത് പോലെ, ഒരു ഗ്രൂപ്പിനെ മൊത്തം മെന്റർ ചെയ്യുന്നത് പോലെ, യെസ്, ഒരു ഗ്രൂപ്പിനെ മൊത്തം ആരംഭിച്ച ദിവസങ്ങൾക്കകം അതൊരു വലിയ ഗ്രൂപ്പായിട്ട് ഫോം ആവുന്നത് പോലെ ഒരു സ്പിരിച്വൽ മെന്ററിങ് പരിശുദ്ധ പറയുന്നു. ബഥേല് അതിന് വിറ്റ്നസ് ചെയ്യാൻ പോകുന്നു. ബഥേല് അതിന് കാരണമാകാൻ പോകുന്നു. വിശ്വാസത്തോടെ ഈ ദൂതിന്
ആമേൻ പറയുക. ശ്രദ്ധിച്ചേ, ഞാൻ മടങ്ങി വരട്ടെ. ശമര്യർ ദൈവം കേൾക്കാൻ തുടങ്ങി. അവിടെ ഒരു പദമുണ്ട് കേട്ടോ. വല്ലാതെ ഇങ്ങനെ ഇയ്യപ്പുറത്ത് നടക്കാൻ തുടങ്ങിയപ്പോ ഒരു പദം, യെരുശലേം എന്ന് 2 ശിഷ്യന്മാരെ എന്തുവാ സംഭവിക്കുന്നെന്ന് കാണാൻ, അങ്ങനെ എഴുതിക്കുന്നത്, കാണാനും അറിയാനും 2 പേരെ ശമര്യയിലേക്ക് അയച്ചു. ഹലോ, എന്റെ കൂടെ ഉണ്ടോ ദൈവമക്കൾ? ശമര്യയിലേക്ക് അയച്ചു. ശമര്യയിലേക്ക് അയച്ചെന്ന് പറഞ്ഞാൽ ഇവർ വരികയാ. എവിടുന്ന്? യെരുശലേമിൽ നിന്ന്. എന്തിനാ വരുന്നതെന്ന് അറിയാമോ? ശമര്യയിൽ എന്നാ നടക്കുന്നതെന്ന് പഠിക്കാൻ. അയ്യോ, ശമര്യയിൽ എന്താ നടക്കുന്നേ? ശമര്യയിൽ ഒരു മെഗാ ചർച്ച് ഫോം ആയിക്കൊണ്ടിരിക്കുക. അയ്യോ, അവിടുത്തെ പാസ്റ്റർ ആരാ? ഒരു പയനീർ ചെയ്യുന്ന ആള്. എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? ഒരാരംഭ സുവിശേഷകൻ. എന്താ നടക്കുന്നത് കാണാൻ. ഞാനേ ഇങ്ങനെ ആ ദൂത് കൈമാറുന്നു. റിസീവ് ചെയ്യുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ആരംഭങ്ങൾ പലരുടെയും സിലബസ് ആയിത്തീരും. നിന്റെ ആരംഭങ്ങൾ പലരുടെയും പാഠ്യവിഷയമായി തീരും. ഓ റാഖാമാസിയാദന, പയനീർ ചെയ്യാൻ പലതിനെയും ആരംഭിച്ചു വെക്കാൻ ഒരു അഭിഷേകത്തെ ആത്മാവ് കൈമാറും. റൽഖാബാന, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആമേൻ പറയുന്ന ഒരു കൂട്ടം ആളുകളെ ഞാൻ കാണുന്നു ചാറ്റ് ബോക്സിൽ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ നോക്കി ഞാൻ തന്റെ ഇടത്തോടെ ദൂത് കൈമാറുന്നു. നീ ആരംഭിക്കുന്നത്, നിന്റെ ആരംഭങ്ങൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത നിന്റെ ആത്മാവ് അങ്ങനെ അവൻ ചില റിലീസ് ചെയ്യുന്നു കേട്ടോ. നിന്റെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിന് അപ്പുറത്ത്, നിന്റെ കയ്യിലുള്ള പ്രൊഫഷണൽ എക്സ്പീരിയൻസിന് അപ്പുറത്ത് ആൻസി അലക്സ് പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടുന്നു. റൽഖമാന തോമസ് വോഗീസ് കർത്താവ് ഇടപെടുന്നു. ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, യേശുവിന്റെ നാമത്തിൽ കയ്യിലുള്ള സർട്ടിഫിക്കറ്റുകൾക്കപ്പുറത്ത്, എക്സ്പീരിയൻസുകൾക്കപ്പുറത്ത് ചിലർ ആരംഭിക്കാൻ നിന്റെ കരത്തെ കർത്താവ് പിടിക്കുകയാണ്. എനിക്ക് 1-ാം അധ്യായം മുഴുവൻ ഓടിത്തീരണമെന്ന് ആഗ്രഹമുണ്ട് ഈ ലഭിക്കുന്ന സമയത്തിനകത്ത്. പക്ഷെ പരിശുദ്ധാത്മാവ് ഇനിഷ്യൽ സ്റ്റാർട്ട്, ഇഗ്നീഷൻ എന്ന പദത്തിൽ ഇങ്ങനെ നിർത്തുകയാണ്. ഒരു വാഹനം ചാലു ചെയ്യാൻ ഇഗ്നീഷൻ കീ ഉണ്ടല്ലേ, ഇഗ്നീഷൻ കീ. ഇന്നു പകൽ നിന്നു പോയ ചിലതിനെ ഇഗ്നൈറ്റ് ചെയ്യാൻ റാമാന ഹംസരാധരാധന, അടഞ്ഞു പോയ ചിലതിനെ തുറക്കാൻ റിഖാമാന ഹസിയാധരാധന, അടഞ്ഞുപോയ സഭകളെ തുറക്കാൻ ഓ റിബനെ ഹദിനി ഹലിഖാമാന ഹസിയാധരാധന, അടഞ്ഞുപോയ സഭകളെ തുറക്കാൻ. അത് ഭൗതിക തലത്തിലോട്ട് ഇറങ്ങിയാൽ അടഞ്ഞുപോയ ബിസിനസ് സ്ഥാപനങ്ങളെ തുറക്കാൻ, അടഞ്ഞുപോയ പലതിനെ തുറക്കാൻ, തലമുറകളുടെ ഭാവി അടഞ്ഞു പോയതിനെ തുറക്കാൻ. യെസ്, ഇന്ന് പകൽ ആമൻ തലമുറകളുടെ ഭാവി അടഞ്ഞു പോയ നിമിത്തം സങ്കടത്തോടെ അറ്റൻഡ് ചെയ്യാൻ ചിലരുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, അതിനെ തുറക്കാൻ ഒരു അഭിഷേകം നിന്റെ കൈ കർത്താവ് തരുന്നു. എ സ്പിരിച്വൽ കീ, എ ഡിവൈൻ കീ. ലംധാന ഹംസാര ആർഥിരി ജാലഘടകതലഘടകതി ആർദ്ധൽക്കമനഘടകസി. എബി പീറ്റർ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു നിന്നോട്, പ്രിയ സഹോദരനോട്. ദൈവാത്മാവ് അങ്ങനെ ഇടപെടുന്നു. ആമേൻ, സ്തോത്രം. ആത്മാവ് ഒരു കീ നിന്റെ കയ്യിൽ തരുന്നു. ആമേൻ, ഒരു കീ കയ്യിൽ തരുന്നു. അതെന്തെന്നറിയാമോ? അടഞ്ഞുപോയതിനെ തുറക്കാൻ, വിശ്വാസത്താൽ തലമുറകളെ അടഞ്ഞുപോയതിനെ തുറക്കാൻ. റകൽക്കമനഘടകസിയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടഞ്ഞ ഉദരങ്ങൾ തുറന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഈ ഓൺലൈൻ സർവീസിന്റെ അകത്തുകൂടെ അവൻ പങ്കെടുക്കുന്നവരുടെ മേൽ അടഞ്ഞുപോയ ഉദരങ്ങൾ തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അൽഖമന ഘടകസിയ. അടഞ്ഞുപോയ ആധരങ്ങൾ തുറക്കട്ടെ. ജീസസ്, ജീസസ്, ജീസസ്. ഞാൻ ഈ മെസ്സേജ് മുഴുവനാക്കി കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നോട് ദൈവാത്മാവ് അവിടെ സ്റ്റേ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഇതിനകത്ത് അവൻ പരിശുദ്ധാത്മാവിന്റെ ആ ചലനമുണ്ട്. ഞാനത് തിരിച്ചറിയുന്നു, ചലനമുണ്ട്. ചില തുറക്കാൻ അവൻ നീ പ്രാർത്ഥിക്കുന്നതിനപ്പുറത്ത് നീ നാളുകളായി കർത്താവെ തുറക്കാൻ ചിലരെ കൊണ്ടുവരണം അതിന്റെ പ്രാർത്ഥന. തമ്പുരാൻ പറയുന്നു, ഇന്ന് ഞാൻ നിന്റെ മേൽ ഒരു അഭിഷേകത്തെ കൈമാറുന്നു. അതെന്തെന്നറിയാമോ? അടഞ്ഞ പലതിനെയും തുറക്കാൻ, അടഞ്ഞവനെ തുറക്കാൻ ഒരഭിഷേകം തമ്പുരാൻ കൈമാറുന്നു.
ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ അടച്ചവന്മാരെല്ലാം ക്യൂ നിൽക്കുമ്പോ തുറക്കടാന്ന് കൽപ്പിച്ച അരിമനാഥന്റെ വായിൽ നിന്ന് പുറപ്പെട്ട അധികാരം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനേ ആ വാക്യത്തെ എന്റെ മെസ്സേജുമായി ബന്ധപ്പെട്ടൊന്ന് കണക്ട് ചെയ്തോട്ടെ. ക്ഷമിക്കണേ, അവിടെ അങ്ങനല്ല ആ സമയം, ആ ഭാഗം കിടക്കുന്നത് അങ്ങനല്ല. ഇങ്ങനെ ഞാനൊരു കാര്യം പറയാം. ഈ മുമ്പിൽ നിൽക്കുന്ന പലരും ഉണ്ടല്ലോ, അടയപ്പെട്ട കല്ലറയുടെ മുമ്പിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ ഇങ്ങനെ നിൽക്കുകയാ. ഇതിനകത്ത് ഞാനുണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ആർക്കും പ്രയാസമില്ലല്ലോ എന്റെ കാര്യമാകുമ്പോ. ഞാൻ അവിടെ നിപ്പുണ്ടെന്നിരിക്കട്ടെ. നമ്മുടെ ആൾക്കാർ കൂടുതലും കൂടുന്ന എന്തിനാണെന്നറിയാമോ? ഈ സെറിമണി ഒന്ന് കാണാനാ, അല്ലേ? ഔപചാരികതകളൊന്ന് കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ് കേട്ടോ, നിങ്ങളെ എനിക്കറിയില്ല, എനിക്കിഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ വലിയ ആഗ്രഹത്തോടെ ഇങ്ങനെ ഇരിക്കുക യേശു എന്താ ചെയ്യുന്നതെന്ന് കാണാൻ. ഞാനിങ്ങനെ എൻ്റെ ചെറിയ പ്രായത്തില് എനിക്ക് ഈ ശുശ്രൂഷകൾ നല്ല ചിട്ടയോടെ ചെയ്യുന്നവരോട് ഭയങ്കര ബഹുമാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വലിച്ചു വാരി ചെയ്യുന്നതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമുള്ള ആളല്ല. പ്രൈസ് ദി ലോർഡ്. ഈ എഴുതപ്പെട്ട രീതിയിലല്ല നമ്മുടെ ശുശ്രൂഷകൾ പോകുന്നതെങ്കിലും അതിനെല്ലാം ഒരു അടുക്കും ചിട്ട ഉണ്ടല്ലേ. ഈ അടുക്കും ചിട്ടയോടെ ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ ഇങ്ങനെ നിന്ന് കാണാറുണ്ട്. പല കല്യാണ ശുശ്രൂഷകൾ, ശവസംസ്കാര ശുശ്രൂഷകളൊക്കെ വളരെ അടുക്കിനും ചിട്ടയ്ക്കും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ നിന്ന് ആഗ്രഹിക്കാറുണ്ട്, കർത്താവ് ഇങ്ങനെ ഒരു അഭിഷേകത്തെ എൻ്റെ മേൽ പകരണേ. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇതൊന്നും എനിക്കിവിടെ ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ. കർത്താവ് ആ പ്രാർത്ഥനയൊക്കെ അറിഞ്ഞ് കർത്താവ് അവസരങ്ങൾ തരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഈ യേശുക്രിസ്തു അവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, അവൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. പലരും ഇങ്ങനെ നിൽക്കുക, ഞാൻ അവിടെ നിൽക്കുന്നിരിക്കട്ടെ, അടഞ്ഞ കല്ലറയുടെ മുമ്പിൽ എന്തോ ചെയ്യുന്നതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, യേശു തിരിഞ്ഞു നോക്കിയിട്ട്, പിണങ്ങല്ലേ, ഞാൻ അവിടെ നിൽക്കുന്നിരിക്കട്ടെ, എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഒരു പറച്ചില്, തുറക്കട ആ കല്ല്, തള്ളി മാറ്റട ആ കല്ല്. നമ്മൾ ഈ കല്ലിനെ കുറിച്ച് ഒത്തിരി പ്രസംഗം, കല്ലിന്റെ പ്രസംഗം കൊണ്ട് നമ്മൾ മടുത്തിരിക്കുക. എന്തെല്ലാം കല്ലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? ഇതിനകത്ത് കല്ലുകളെ കുറിച്ച് പറയുമ്പോൾ പല ഭാഗങ്ങളും ഞാൻ കേട്ടിട്ടുള്ളത്, ഈ വെച്ച ആൾക്കാർ അവിടെ നിപ്പുണ്ടെന്നും വെച്ച ആൾക്കാരോട് ഈ കല്ല് മാറ്റാൻ ആവശ്യപ്പെട്ടെന്നും ഒക്കെയാ. ഇനി മറ്റൊരു ഭാഗം ഞാൻ കേട്ടത്, ഈ വെച്ച ആൾക്കാർ കല്ല് മാറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ ലാസർ ഈ കല്ലിനെ പൊട്ടിച്ചോണ്ടിങ്ങ് പോരുമെന്നും, ആ പൊട്ടി വരുമ്പോ അതിന്റെ പീസ് ഈ മുമ്പിൽ വെച്ചവരുടെ ദേഹത്ത് തെറിക്കുമെന്നും, അതിനേക്കാൾ മുമ്പ് നീ തന്നെ അങ്ങ് മാറ്റുന്നതാണെന്നും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു ദൂത് ഞാൻ പറയാം. തമ്പുരാൻ ഒരു പദ്ധതി ചെയ്യാൻ തുടങ്ങിയപ്പോ തമ്പുരാൻ പറഞ്ഞു, എടാ ജീവിപ്പിക്കുന്ന ഞാനാ, കല്ല് നീ മാറ്റിക്കൂ. പ്രൈസ് ലോർഡ്. എത്ര പേർക്ക് അർത്ഥം പിടിയിട്ടുന്നുണ്ട്? അതിനെ ഞാൻ തിരിച്ചൊന്ന് പറഞ്ഞോട്ടെ. കല്ല് മാറ്റാൻ നീ തയ്യാറാണെങ്കിൽ ജീവിപ്പിക്കാൻ എന്റെ കർത്താവ് റെഡിയാ. ഓ ജീസസ്. തുറക്കാൻ നീ തയ്യാറാണെങ്കിൽ അതിന്റെ പിറകിൽ ചെയ്യേണ്ട എല്ലാ കാര്യം ചെയ്യാൻ ഉലകത്തിന്റെ നായകൻ ക്രിസ്തു മുമ്പിലുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ ശബ്ദം ശ്രവിക്കുന്നവരോട് അപ്രകാരം ആ ദൂത് കൈമാറുന്നു. വിശ്വാസത്തോടെ തുറക്കാൻ നീ തയ്യാറാക്, വിശ്വാസത്തോടെ തുറക്കാൻ നീ തയ്യാറാക്. അതിന്റെ പിറകിൽ ചെയ്യേണ്ട എല്ലാ കാര്യവും ചെയ്യാൻ എന്റെ കർത്താവ് തയ്യാർ. ഓ ഹല്ലേലൂയ. കണ്ടോ അവിടെ സംഭവിക്കുന്നത്? കണ്ടോ? കർത്താവ് റെഡിയായിട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. തുറക്കാൻ അധികാരത്തെ കൈമാറുന്നു, അധികാരത്തെ കൈമാറുന്നു. ഞാൻ ആ ഭാഗത്ത് നിന്ന് മടങ്ങി വരട്ടെ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പോ തുറക്കാൻ കർത്താവ് നൽകുന്ന ഈ അധികാരങ്ങൾക്കൊരു സ്തോത്രം പറയാൻ തയ്യാറാകും. സമയം വേഗത്തിൽ മുമ്പോട്ട് പോകുന്നു. അപ്പോ കൂരികളുടെ താഴ്വരയുടെ സമയത്ത് നാഥനെ കൂടെ നിർത്തണം. അതാണ് നമ്മൾ പഠിച്ചത്, കൂടെ നിർത്തണം. മടങ്ങി വരട്ടെ. അപ്പോ 10 പാരഗ്രാഫുകൾ ഈ അധ്യായത്തിൽ കാണാം. ഓരോ പാരഗ്രാഫും ഓരോ ചരിത്രം. മർക്കോസ് ആരംഭിച്ചതേ ചരിത്രമായിരുന്നു, ചരിത്രങ്ങളായിരുന്നു. ആരംഭങ്ങൾ ചരിത്രമാകും. നിന്റെ ആരംഭങ്ങൾ പാഠ്യവിഷയമാകും. അടഞ്ഞുപോയത് ആരംഭിക്കാൻ കർത്താവ് ഒരു അധികാരത്തെ കൈമാറുന്നു. നീ ആരംഭിക്കുന്നതിന്റെ പിറകിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ക്രിസ്തു ചെയ്യുന്നു. അത്രയും ദൂതുകൾ മനസ്സിലായവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മടങ്ങി വരട്ടെ.
ഇനി ഒന്നാമത്തെ പാരഗ്രാഫ് ഒന്ന് എടുത്താൽ ആദ്യത്തെ 8 വാക്യങ്ങൾക്കകത്ത് ഒന്നാമത്തെ പാരഗ്രാഫാണ്. അതിൽ 2ഉം 3ഉം വാക്യങ്ങൾ ആമേൻ സ്തോത്രം ഉദ്ധരണിയാണ്. ഉദ്ധരണി. ഇനി എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, ഇവിടെ ഞാൻ ഈ ഭാഗം ഒന്ന് വായിച്ചു, ഈ 8 വാക്യങ്ങൾ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം. ഈ 45 വാക്യത്തിനകത്ത് അല്പം കണക്കാ ഞാൻ പറയാൻ പോകുന്നത്. സാധാരണ കണക്ക്, പലചരക്കടക്കാരന്റെ കണക്ക്, വലിയ കണക്കൊന്നുമല്ല, സൈനും കോസും ടാനും ഒന്നുമല്ല, സാധാരണ സിമ്പിൾ അഡീഷൻ അല്ലെ സിമ്പിൾ ആവറേജ് പറയാൻ പോവാ. 45 വാക്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു അധ്യായം 10 പാരഗ്രാഫായിട്ട് തിരിച്ചു. അങ്ങനെങ്കിൽ ശരാശരി ഒരു പാരഗ്രാഫിന്റെ അകത്ത് 4.5 വാക്യങ്ങൾ വരും. നമ്മൾ പറയാം, 45 വാക്യങ്ങളുള്ള ഒരു അധ്യായം 10 പാരഗ്രാഫാക്കി തീർച്ചാൽ 4 അല്ലെങ്കിൽ 5 വാക്യങ്ങൾ ഒരു പാരഗ്രാഫിൽ ചേർക്കാം. ഞാൻ നോക്കിയപ്പോ സുനിൽ പാസ്റ്റർ 8 വാക്യങ്ങൾ ആദ്യത്തെ പാരഗ്രാഫിൽ കിടക്കുന്നത്. ഞാൻ ചോദിച്ചു, കർത്താവേ, ഈ പാരഗ്രാഫിന് മാത്രം എന്താ ഇത്ര വലിയ പ്രാധാന്യം നീ കൊടുക്കാൻ കാരണം? ഞാൻ വല്ലാതെ ചിന്തിച്ചപ്പോ കർത്താവ് പറഞ്ഞു, നീ ആ വാക്കുകൾ ഒന്നുകൂടെ ഒന്ന് ചേർത്ത് വായിച്ചു നോക്കി ആരെക്കുറിച്ചാ പറഞ്ഞേക്കുന്നതെന്ന്. ഞാൻ ഒന്നുകൂടെ വായിച്ചപ്പോ ആദ്യം എനിക്ക് തോന്നി യോഹന്നാനെ കുറിച്ചാണ് എഴുതിയേക്കുന്നതെന്ന്. വീണ്ടും ഒന്നുകൂടെ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി, യോഹന്നാനെ കൊണ്ട് കാണിച്ചിട്ട് നേരെ കൈ ചൂണ്ടിയേക്കുന്നു, എൻ്റെ പിറകെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല. അർത്ഥം യേശുക്രിസ്തുവിന് നൽകിയ ഇൻട്രൊഡക്ഷൻ ആണ് ആദ്യത്തെ 8 വാക്യം. എന്നെ കേൾക്കുന്നവരോട് ഞാനൊരു ദൂത് പറയാം. തച്ചന്റെ മകനാണെന്ന് പറയുന്ന ഒരു കൂട്ടം തനിക്ക് ചുറ്റും നിൽക്കുന്നു. അപവാദങ്ങൾ പറയാൻ സാധ്യതയുള്ള ഒരു കൂട്ടം തനിക്ക് ചുറ്റും നിൽക്കുന്നു. കൊച്ചാക്കാൻ ലഭിക്കുന്ന അവസരം ഒന്നും കളയാതെ കൊച്ചാക്കുന്ന വർത്തമാനം പറയുന്ന ഒരു കൂട്ടം കൂടെ നിൽക്കുന്നു. അപ്പം കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്കും കുറ്റം പറയാൻ തയ്യാറാകുന്ന ഒരു സമൂഹത്തെ യേശു കൈകാര്യം ചെയ്തേ. ഞാനൊരു ദൂത് കൈമാറാം. ലഭിക്കുന്ന അവസരം മുഴുവൻ വല്ലവിധേനയും നിന്നെ തകർക്കണമെന്ന്, വല്ലവിധേനയും നിന്നെ ഒതുക്കണമെന്ന്, വല്ലവിധേനയും നീ ഇല്ലാതാകണമെന്നും ഒരിക്കലും എഴുന്നേക്കാതെ പോകണമെന്നും പദ്ധതിയിടുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ പരിശുദ്ധാത്മാവ് മർക്കോസിനോട് പറഞ്ഞു, മർക്കോസെ, അങ്ങനെയുള്ള ഒരഭിഷക്തന്റെ നിയന്ത്രണം ആത്മാവ് ഏറ്റെടുക്കുമ്പോൾ എഴുതി തുടങ്ങുമ്പോഴേ ഒരു 8 വാക്യം അതിനുവേണ്ടി റിസർവ് ചെയ്തേക്കാൻ പറഞ്ഞു. മനസ്സിലാകുന്നവർക്ക് ഞാൻ കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു ദൂത് പറയാം. ലോകം മുഴുവൻ നിന്നെ തകർക്കണമെന്ന് പദ്ധതിയിടുമ്പോ നിന്റെ പബ്ലിസിറ്റി പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. ഇത് മനസ്സിലാകുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ലോകം മുഴുവൻ കൊച്ചാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോ തമ്പുരാൻ മർക്കോസിനോട് പറഞ്ഞു, നീ ചരിത്രം എഴുതുമ്പോ ഒട്ടും കൊച്ചാക്കണ്ട. എന്റെ ഉണ്ടോ നിങ്ങള്? ഇവിടെ 40 ദിവസത്തെ ക്രിസ്തുവിന്റെ ഉപവാസം എഴുതിയേക്കുന്ന 2 വാക്യത്തില. പക്ഷെ ഇൻട്രഡക്ഷൻ കൊടുത്തു 8 വാക്യം. നമ്മളാണ് തിരിച്ചല്ലേ? ഇൻട്രഡക്ഷൻ 2 വാക്കിലും 40 ദിവസത്തെ ഉപവാസം 80 പേജിൽ എഴുതും. എന്റെ ഉണ്ടോ നിങ്ങൾ? അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞ മർക്കോസ് വ്യത്യസ്തനാണെന്ന്. ഞാൻ ഇങ്ങനെ ദൂത് പറയാം. സ്നേഹിതരാകട്ടെ, സഹോദരാകട്ടെ, മാതാപിതാക്കളാകട്ടെ, കൂട്ടുപ്രവർത്തകരാകട്ടെ, അവസരം കിട്ടുന്നിടത്ത് മുഴുവൻ നിന്നെ കൊച്ചാക്കാൻ തയ്യാറാകുമ്പോ നിന്റെ വിഷയം ആത്മാവ് അങ്ങ് ഏറ്റെടുക്കും. ആരാധന, നിന്റെ മാന്യത കർത്താവ് ഏറ്റെടുക്കും. താങ്ക് യു ജീസസ്. ഇന്ന് പകൽ എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ ചിലരെ ആത്മാവ് തൊട്ടു പറയുന്നു, നിന്റെ വിഷയം പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്യും. വിത്തൗട്ട് യുവർ ഇൻഫർമേഷൻ, നീ അറിയാതെ. താങ്ക് യു ലോർഡ്. പരിശുദ്ധമായ ഒരു മലയാളിപ്പാട് പറയാം, അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നോരിവനാർ. ജീസസ്, നിനക്കെതിരെ പദ്ധതികൾ തയ്യാറാക്കി
റെഡിയാക്കി വെച്ചേക്കുന്നത് നീ അറിയാതെ, തയ്യാറാക്കിയവൻ അറിയാതെ ഒറ്റ രാത്രി കൊണ്ട് മറിക്കുന്ന ഒരു കർത്താവുണ്ട്. ദൈവ പദ്ധതികൾക്ക് വിരോധമായി തയ്യാറാക്കപ്പെട്ട പദ്ധതികൾ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ മറിക്കുന്നു. ഓ ജീസസ്, യേശുവിന്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഗ്ലോബൽ ബഥലൈറ്റ്സ്, അത് മാത്രമല്ല മറ്റ് സഹോദരങ്ങളും ആമേൻ ഇന്ന് ബഥേലിനെ സ്നേഹിക്കുന്നവരും പലരും ഇന്ന് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നല്ലോ. നിങ്ങളോട് എനിക്ക് പറയാനുള്ള ദൂത്, നീ പോലും അറിയത്തില്ല എന്തിനാ നിനക്കെതിരെ തയ്യാറാക്കിയവൻ പോലും അറിയാതെ ഒറ്റ രാത്രി കൊണ്ട് കർത്താവ് ചിലത് മറിച്ചിടും. ഹലോ, ചില ഡെസ്റ്റിനേഷനുകൾ മറിച്ചിടും കർത്താവ്. യെസ്, യേശുവിൻ നാമത്തിൽ. അതെ 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 ആ ദൂത എനിക്ക് പറയാനുള്ളത്. ചിലതിനെ കർത്താവ് മറിക്കും. റൽഖാബ ശന്ധര, ഈ ഉൾട്ടയാക്കുക എന്ന് പറയും കേട്ടോ. സാഹചര്യങ്ങൾ തലകീഴായി മറിയുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഒറ്റ ദിവസം കൊണ്ട് ചിലത് മറിയും. ഹല്ലേലൂയ. ഒറ്റ ദിവസം കൊണ്ട് ചിലത് മറിയും യേശുവിന്റെ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചിലത് മറിയുന്നത് ഞാൻ കാണുന്നു. നിന്റെ ജീവിതത്തിൽ നീ കരുതിക്കൂട്ടി ഭയന്നിരിക്കുന്ന പലതും മറിയും. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കാണുന്നു ആത്മാവിൽ അങ്ങനെ തന്നെ ചിലത് മറിയുന്നത്. രാപ്പകൽ മാറ്റം നീ വിറ്റ്നസ് ചെയ്യാൻ പോകുന്നു. രാപ്പകൽ മാറ്റം യേശുവിന്റെ നാമത്തിൽ. രാപ്പകൽ മാറ്റം നിന്റെ ജീവിതത്തിൽ നീ കാണാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ. ക്ഷണത്തിലല്ലോ കാര്യം സംഭവിച്ചത്. ക്ഷണത്തിൽ ദാവീദ് കാട്ടിക്കിടക്കുമ്പോ ക്ഷണത്തിൽ ഒരുവൻ വന്നു. എന്തെന്നറിയാമോ? അവൻ പറഞ്ഞൊരു പദം, വേഗത്തിൽ വാ, നീ വന്നല്ലാതെ ശമൂവേൽ വന്ദിക്കിരിക്കത്തില്ല. ക്ഷണത്തിൽ ചിലത്. ശൗലിനോട് ശമൂവേൽ പറഞ്ഞു, എനിക്ക് നിന്നൊരു കാര്യം പറയാനുണ്ട്, തനിച്ചാക്കിയേ പറയാനൊക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഓ ഹല്ലേലൂയ. നിന്നെ കാണാതെ പോയതിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. കർത്താവ് ഇന്ന് ഇപ്രകാരം എന്റെ ഹൃദയത്തിനകത്ത് വരുന്ന ഒരു ചിന്ത, തികഞ്ഞ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, ക്ഷണത്തിൽ ചിലത് സംഭവിക്കാൻ പോകുന്നു. എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ. ക്ഷണത്തിൽ ചിലത് സംഭവിക്കാൻ പോകുന്നു. ക്ഷണത്തിൽ. ആമേൻ. നമ്മൾ അറിയില്ല, തമ്പുരാൻ ചെയ്ത് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ യഹസ്കേൽ പ്രവചനം പഠിപ്പിക്കുമ്പോൾ ഈ ഭാഗത്തെ യഹസ്കേലുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നതായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. യഹസ്കേൽ പ്രവചനം പഠിക്കുമ്പോ അവിടെ യഹസ്കേൽ ദർശനം കാണുകയാണ്. തമ്പുരാൻ അവനോട് ഒരു ആലയത്തിൽ നിന്ന് പുറപ്പെടുന്ന നദി കാണിച്ചു. ആലയത്തിൽ നിന്ന് പുറപ്പെടുന്ന നദി. ആ നദിയില് യഹസ്കേൽ ഇറങ്ങുന്നു. മുട്ടോളമല്ല, അരയോളമല്ല, പിന്നെ 1000 മുഴം അളക്കുന്നു. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു വലിയ നദിയാകുന്നു. ദൈവം അപ്പൊ അവനോട് മൂങ്ങാങ്കുഴി ഇട്ടോളാൻ പറഞ്ഞില്ല. പറഞ്ഞു, നീ അടുത്ത പദം ഇങ്ങനെ, അവൻ എന്നെ മടങ്ങി നദീതീരത്ത് ചെല്ലുമാറാക്കി. ഞാൻ അവിടെ കണക്ട് ചെയ്ത് പറയട്ടെ. ഓരോ ദിവസം കഴിയും തോറും നീ നടന്നു പോകുന്നതിന്റെ ആഴം കൂടിക്കൊണ്ടിരിക്കുക അല്ലേ? 40 ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ 38ാം ദിവസമായി, ഇഫ് ഐ ആം നോട്ട് റോങ്, 38ാം ദിവസമാണ്. ഓരോ ദിവസം കഴിയും തോറും ആഴമാ കൂടുന്നത്. 3 കഴിഞ്ഞപ്പോ നമ്മൾ ഓർത്തു പ്രശ്നമെല്ലാം തീർന്നു, ഇനി നമ്മൾ കരകയറാൻ പോവാം. ആഴം കൂടി. അവസാനം ആഴം കൂടി എന്താ പറഞ്ഞേ, നിലയില്ലാക്കായത്തിലെത്തിയപ്പോ തമ്പുരാൻ എന്നെ മടങ്ങി നദീതീരത്ത് ചെല്ലുമാറാക്കി. ഇത് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ശാന്തമായിട്ട് ഞാനൊരു ദൂത് കൈമാറാൻ പോവാ. എന്റെ ശബ്ദം നിങ്ങൾ പല ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നായിരിക്കാം കേൾക്കുന്നത്. ശ്രദ്ധിക്കൂ, ഒരു ദൂത്.
നിലയില്ലാക്കയമാണെന്നും ഇതിനപ്പുറം ഞാൻ ഇല്ലെന്നും നീ കരുതുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, തീർന്നെന്ന് പറഞ്ഞ പോയിന്റ്, അവിടെ വെച്ചായിരിക്കും നീ കരകയറാൻ പോകുന്നു. നമ്മുടെ ചിന്ത മുഴുവൻ തിരിച്ചല്ലേ. നിലയില്ലാ കയറ്റിന്ന് ഒരു കണക്കിൽ പിടിച്ച് അരയോളമായി, ഒരു കണക്കിൽ ഉപവാസ പ്രാർത്ഥനയൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്ത് ദൂതൊക്കെ സ്വീകരിച്ചിങ്ങനെ നടന്ന് മുട്ടോളമായി. അവിടുന്ന് ഒരു കണക്കിൽ പിടിച്ച് വെള്ളം ഇങ്ങനെ കുറഞ്ഞ് എന്താ നമ്മൾ അങ്ങ് കരയോട്ട്. അങ്ങനല്ലേ നമ്മൾ പഠിക്കുന്നത്, ചിന്തിക്കുന്നത് അങ്ങനല്ലേ. പക്ഷെ തിരിച്ചു നോക്കിക്കേ, ഇറങ്ങിപ്പോയി. നിലയില്ലാ കയം വന്നപ്പോൾ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തമ്പുരാൻ പൊക്കിയെടുത്ത് കരയെ കൊണ്ടുവന്നു. അല്ലോ, ക്ഷണത്തിലല്ലോ കാര്യം സംഭവിച്ചത്. നേരെ വന്ന് കയറി കരയിലോട്ട്. ഇനി അടുത്ത ഒരു പദം കൂടെ കേട്ടോണം. ഈ കര വന്നപ്പോ ഈ കയത്തി നിൽക്കുന്നവനോട് ദൂത് പറയാനുണ്ട്. റീബ എബ്രഹാം കയത്തി നിൽക്കുന്നവരോട് ദൂത് പറയാനുണ്ട്. എന്തെന്നറിയാമോ കയത്തിൽ നിൽക്കുന്നവരോട് പറയാനുള്ള ദൂത്? അത് മറ്റൊന്നുമല്ല, തമ്പുരാൻ നിനക്ക് നൽകിയ നരിയാണിയോളമാകട്ടെ, മുട്ടോളമാകട്ടെ, അരയോളമാകട്ടെ, ചോദ്യം ചെയ്യാതെ സന്തോഷത്തോടെ നടന്ന നിന്നെ ഒറ്റ ദിവസം കൊണ്ട് കരയേറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മളെ കർത്താവ് ആരാ? എത്ര പേര് ആമേൻ പറയും? യേശുവിന്റെ നാമത്തിൽ ലഭിച്ച ആഴങ്ങൾ മുഴുവൻ ചോദ്യം ചെയ്യാതെ നടന്നു കയറിയ നിനക്ക് വേണ്ടി തമ്പുരാൻ ഒറ്റ ദിവസം കൊണ്ട് നിന്നെ കരകയറ്റി. ഇപ്പോ അവൻ എന്നെ നദീതീരത്ത് മടങ്ങി വരുമാറാക്കി അല്ലേ? ഈ നദീതീരത്ത് മടങ്ങി വരുമാറാക്കി. അപ്പൊ അവൻ കണ്ടെന്നറിയാമോ? ഈ നദീക്കരയില് അങ്ങ് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത് കണ്ടത് വൃക്ഷങ്ങളാണ്. എന്താ കണ്ടത്? വൃക്ഷങ്ങൾ. ആ വൃക്ഷങ്ങളുടെ പ്രത്യേകത എഴുതിയൊക്കെ എന്തോ അറിയാമോ? ഇങ്ങനെ എഴുതിയേക്കുന്നത്, പുതിയ ഫലങ്ങൾ കായ്ക്കുന്ന എന്ന് പറഞ്ഞാൽ ഓരോ ഫലങ്ങൾ കായ്ക്കുന്ന ആ ഫലം അവിടെ നിൽക്കട്ടെ, എന്റെ വിഷയം അതല്ല. പക്ഷെ ഫലമുള്ള വൃക്ഷം കണ്ടു. എന്റെ ഒരു ചോദ്യം സഹോദരങ്ങളെ, തമ്പുരാൻ കണ്ടത്, പ്രൈസ് ദി ലോർഡ്, പ്രിയ സഹോദരൻ, പ്രിയ മാമൻ വർഗീസ്, ഹല്ലേലൂയ, സമയം എടുത്തൊരു 5-8 ഹല്ലേലൂയ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അച്ഛാ, ഈ ഇട്ട ഹല്ലേലൂയയുടെ കണക്കിന് ഒത്തോണം അനുഗ്രഹം കിട്ടട്ടെ. സ്വത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, മടങ്ങി നദീതീരത്ത് എന്നപ്പോ ഇവര് കണ്ടത് ബഡ് തൈ വെച്ചേക്കുന്നതാണോ? എന്റെ കൊണ്ടോ നിങ്ങള് ബഡ് തൈ വെച്ചേക്കുന്നതാണോ കണ്ടേ? പകരം കണ്ടതെന്താ? ഫലമുള്ള വൃക്ഷം. അർത്ഥം എന്തെന്നറിയാമോ? നീ ഓരോ ആഴങ്ങൾ സ്വോത്രം ചെയ്ത് ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോഴും നീ അറിഞ്ഞില്ല, അങ്ങേ കരയിൽ നീ പോലും അറിയാതെ തിരിച്ചു വരുമ്പോ നീ അനുഭവിക്കേണ്ട ഫലമുള്ള വൃക്ഷം കർത്താവ് പ്ലാന്റ് ചെയ്തു. നീ അറിയാതെ. നീ അറിയാതെ. യെസ്. ആഴങ്ങളിൽ നീ ഇറങ്ങുമ്പോഴും നിനക്കൊരു വാക്കുണ്ട്, കർത്താവെ ഞാൻ ഇറങ്ങുന്ന ആഴം നീ കാണുന്നില്ലേ? കർത്താവെ ഞാൻ ഇറങ്ങുന്ന ആഴം നീ അറിയുന്നില്ലേ? ഓ ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഈ വെള്ളത്തിന്റെ ഓളം തല്ലൽ നീ അറിയുന്നില്ലേ? കർത്താവിന് മറുപടി ഉണ്ട്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിവീൻ. നീ നടക്ക്. നിന്നെ ഏൽപ്പിച്ച ആഴങ്ങൾ ചോദ്യം ചെയ്യാതെ സ്തോത്രം ചൊല്ലി നടക്ക്. നിനക്ക് കടക്കാൻ കഴിയാത്തൊരാഴം വരുമല്ലോ, അവിടെ ഞാൻ നിന്നെ പൊക്കും. മടങ്ങി വരുമ്പോ നീ നടന്ന ആഴത്തിന്റെ സംവത്സരങ്ങളുണ്ടല്ലോ, ആഴത്തിന്റെ നാളുകൾ, ദിവസങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്ന് നീ കരുതിയത് നഷ്ടപ്പെടാൻ അനുവദിക്കാതെ ആ കാലങ്ങൾ കൊത്ത ഫലവുമായി കയറി നിൽക്കുന്ന വൃക്ഷത്തെ നിനക്ക് വേണ്ടി നീ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ വെച്ചു പിടിപ്പിക്കുന്ന കർത്താവിന്റെ സ്നേഹം. യേശുവിന്റെ നാമത്തിൽ പ്രിയ സഹോദരി ഷെറിൻ ഡാർവിൻ, പ്രൈസ് ദി ലോർഡ്, അലക്സ് സാബു, ജോൺ ടി ഫിലിപ്പ്, ദൈവാത്മാവ് ഞാൻ നിങ്ങളോട് വിശ്വാസത്തോട് പറയുന്നു കേട്ടോ,
മറ്റൊന്നുമല്ല. ഞാൻ വിശ്വാസത്തോട് പറയുക, അത് വേറൊന്നുമല്ല. നിന്റെ കണ്ണുകൊണ്ട് നീ കാണും കർത്താവ് നിനക്ക് വേണ്ടി നട്ടുപിടിപ്പിച്ചേക്കുന്നത്. കർത്താവ് നിനക്ക് വേണ്ടി നട്ടേക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട് കാണുമെന്ന് ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുന്നു. Praise the Lord. ശിഷ്യന്മാര് കഷ്ടപ്പെട്ട് നിൽക്കുമ്പോ കനലിന്മേൽ ചുട്ടോണ്ട് യേശു കരയെ നിൽക്കുക. Praise the Lord. എന്റെ യേശുവിന്റെ കരുതൽ അറിവ് കൂടാതെ നിന്റെ അറിവില്ലാതെ നിനക്ക് വേണ്ടി നിന്നെ അറിയിക്കാതെ സസ്പെൻസുകൾ കരുതി വെക്കുന്ന കർത്താവിന്റെ സ്നേഹത്തിന് രാമ്യം പറയാൻ പറ്റുമോ? Praise the Lord. ഈ 142 സങ്കീർത്തനമാണെന്ന് തോന്നുന്നു. അതിന്റെ ഹെഡിങ്ങിൽ ഇങ്ങനൊരു പദമുണ്ട്, ദാവീദ് ഗുഹയിലിരിക്കുന്ന കാലത്ത് ചമച്ചത് എന്നൊരു പദം. ഈ ദാവീദ് ഗുഹയിൽ പല കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാലമെന്ന് പറയുന്നത് ഗുഹയുടെ കാലങ്ങളോട് അദുല്ലാം ഗുഹയുടെ കാലം. അദുല്ലാം ഗുഹ. ദൈവമക്കളെ, ഞാൻ ഒരു ചെറിയ വചന വെളിപ്പാട് കണക്ട് ചെയ്തിട്ട് ഞാൻ മടങ്ങി വരാം. സമയം മുമ്പോട്ട് പോകുമെന്ന് എനിക്കറിയാം. എന്റെ മുമ്പിൽ 20 മിനിറ്റ് സമയം കൂടെ ബാക്കിയുള്ളൂ. ശ്രദ്ധിച്ചേ, ഈ അദുല്ലാം ഗുഹയിലേക്ക് ഈ ദാവീദ് ഓടി വന്നത് എവിടുന്നാന്നറിയാമോ? ആഖീഷിന്റെ മുമ്പിൽ നിന്നാ. ആഖീഷിന്റെ മുമ്പിൽ നിന്ന് ഓടി വന്ന ദാവീദ് ഈ സത്യം പറഞ്ഞ മരണവെപ്രാളത്തിലാ ഓടുന്നേ, അല്ലേ? മരണവെപ്രാളത്തിലല്ലേ ഓടുന്നേ? ആന കുത്താൻ വരുമ്പോ ജീവനും കൊണ്ട് ഓടുന്ന സമയത്ത് പോകുന്ന വഴി ആരെങ്കിലും പറയുമോ നമുക്കൊരു ഓഡിറ്റോറിയം പണിയണമെന്ന്? അതോ ജീവനും കൊണ്ട് ഓടുന്ന സമയത്ത് ഞാൻ വിളിച്ചു പറയുമോ നോർത്ത് ഇന്ത്യയിൽ ഒരു 50 മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്യണം? നമ്മുടെ പ്രോജക്റ്റുകളൊക്കെ നമ്മൾ മാറ്റി വെക്കുന്ന സമയമാണ് എന്ത്? ജീവനും കൊണ്ടുള്ള ഓട്ടം. ഞാൻ പറഞ്ഞ അർത്ഥം പിടിയിട്ടുന്നുണ്ടോ? മരണവെപ്രാളത്തിൽ രക്ഷപ്പെട്ട് അവിടുന്ന് ഓടുന്ന ദാവീദ്. അപ്പൊ ദാവീദിന്റെ മനസ്സിൽ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. പ്ലാനുകളെല്ലാം നഷ്ടപ്പെട്ട് ഇരിക്കുന്ന ദാവീദ് ഓടുന്ന എങ്ങോട്ടാണെന്ന് അറിയാമോ? അദുല്ലാം ഗുഹയിലോട്ട്. ഇനി എന്താകും എന്നറിയാതെ ഓടുന്ന ആ ദാവീദ് അദുല്ലാം ഗുഹയിൽ കാണുന്നത് പദം ഇങ്ങനെയാണ്: അവന്റെ പിതൃഭവനമൊക്കെയും അവന്റെ അടുക്കൽ വന്നു ചേർന്നു, അവൻ അവർക്ക് തലവനായി തീർന്നു. ശ്രദ്ധിച്ചേ, ദാവീദേ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നീ ഓടുന്ന ഈ ഓട്ടം ഉണ്ടല്ലോ, ലക്ഷ്യമില്ലാത്ത ഓട്ടം, എല്ലാം അസ്തമിച്ചെന്നുള്ള കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്നും പറഞ്ഞുള്ള ഓട്ടം ഉണ്ടല്ലോ, കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്നും പറഞ്ഞുള്ള ഓട്ടം. ആ ഓട്ടത്തിനകത്ത് നീ ചിന്തിക്കാത്ത ചില ഡിവൈൻ സർപ്രൈസുകൾ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിന് എത്ര പേര് ആമേൻ പറയും? നീ ചിന്തിച്ചിട്ടില്ലാത്ത ഡിവൈൻ സർപ്രൈസുകൾ കർത്താവ് നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്ന കർത്താവ്, ദുഷ്ടന്റെ ആലോചനയെ മറിച്ചിട്ട്, അവന്റെ അറിവില്ലാതെ അത് മറിച്ചിട്ട് നീ അറിയാത്ത ചില സർപ്രൈസുകൾ നിന്റെ ഡെസ്റ്റിനേഷന്റെ അകത്തോട്ട് എഴുതി ചേർക്കുന്ന കർത്താവ്. ബഥേലിനെ നോക്കി ഞാൻ ഇങ്ങനെ പറയുന്നു, ബഥേലെ, നിങ്ങൾ വെൽ സ്കെഡ്യൂൾഡ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. പക്ഷെ ഇങ്ങൊരു ദൂത് പറയുന്നു, നിങ്ങളുടെ സ്കെഡ്യൂളുകൾക്കകത്തില്ലാത്ത ചിലത് കർത്താവ് എഴുതി ചേർക്കുന്നു. റിസീവ് ചെയ്തു കൊള്ളുക. ഞാൻ മടങ്ങി എൻ്റെ വേദഭാഗത്തേക്ക് വരട്ടെ, സമയം വളരെ മുമ്പോട്ട് പോകും. 1-ാമത്തെ പാരഗ്രാഫ് പരിശുദ്ധാത്മാവ് യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2-ാമത്തെ പാരഗ്രാഫ് യേശുക്രിസ്തുവിന്റെ സ്നാനം. യേശുക്രിസ്തുവിന്റെ സ്നാനം 1-2 പഠനമാണെന്ന് പറയാം. യേശുക്രിസ്തുവിന്റെ സ്നാനത്തെ കുറിച്ച് പഠിച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവിടെ ദൈവം ഒരുക്കുന്ന ഒരു ഡിവൈൻ അക്നോളജ്മെന്റ് ഉണ്ട്. എന്നറിയാമോ? നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദം. ദൈവമക്കളെ, ഇതാണ് ഒരു പുരുഷായുസിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. ഒന്നുകൂടെ ഞാൻ പറയാം.
ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്തു. ഹി ഈസ് മൈ ബിലവഡ് എന്ന് എന്നെ കുറിച്ച് എൻ്റെ ദൈവം പറയുമെങ്കിൽ അതിനേക്കാൾ വലിയ ഒന്ന് എൻ്റെ ജീവിതത്തിലില്ല. മനസ്സിലാകാൻ വേണ്ടി പറയാം. നവീകരണ കർത്താവായ മാർട്ടിൻ ലൂതർ അദ്ദേഹമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ വായിച്ചതാണ്. അദ്ദേഹത്തോട് ഒരിക്കൽ താൻ വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ചോദിച്ചു, അല്ലയോ മാർട്ടിൻ, നീ തിരഞ്ഞെടുത്ത ഈ തീരുമാനമുണ്ടല്ലോ, വിപ്ലവകരമായ ഈ തീരുമാനം നവീകരണം, ഈ തീരുമാനത്തോട് ഞാൻ ഉൾപ്പെടെ ഈ ലോകത്തിലെ നീ ഒഴികെയുള്ള 100%, നീ ഒഴികെയുള്ള 100% എന്ന് പറയുമ്പോൾ അത് മനസ്സിലായല്ലോ, നീ ഒഴികെയുള്ള ബാക്കി എല്ലാവരും നിനക്കെതിരായി തീർന്നാൽ വാട്ട് വിൽ ബി യുവർ റെസ്പോൺസ്? നിന്റെ മറുപടി എന്താ? സമയം ഒട്ടും എടുക്കാതെ, അധികം ചിന്തിക്കാതെ, വിനയാനിതനായി, മന്ദസ്മിതനായി പുള്ളി ഒരു പദം തിരിച്ചു പറഞ്ഞു. അതിങ്ങനെയാണ്, ഞാനും എൻ്റെ കർത്താവും അവർക്ക് എതിരായിരിക്കും. മനസ്സിലാകുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അത് മറ്റൊന്നും അല്ല, ലോകം മുഴുവൻ എതിരായാലും സ്വന്തം അപ്പനെ കൂടെ നിർത്താൻ കഴിഞ്ഞാൽ അതാണ് അനുഗ്രഹം. അവിടത്തോടുള്ള ഫെലോഷിപ്പ് അനുഗ്രഹം. മെജോറിറ്റി നിനക്കെതിരാകട്ടെന്നേ, നാട്ടുകാർ എന്തും പറയട്ടെന്നേ, ഒറ്റ കാര്യം ഉറപ്പുവരുത്തിക്കണം, അവിടുന്ന് സ്വർഗത്തിലെ അപ്പൻ നിനക്ക് അനുകൂലമായിരിക്കും. അപ്പൻ അനുകൂലമാണോ മകന് പേടിക്കാനില്ല. അപ്പൻ അനുകൂലമാണോ മകന് പേടിക്കാനില്ല. ശ്രദ്ധിച്ചേ, ഈ യോസഫിനെ പൊട്ടക്കുഴിയിലിട്ട് തട്ടിക്കളയേണ്ട ആവശ്യം, പദ്ധതി ഇവർ തയ്യാറാക്കേണ്ട ആവശ്യമില്ല. നല്ല ഒന്നാം തരം കൈവാക്കിന് എത്ര പ്രാവശ്യം വീടിന്റെ മുറ്റത്ത് വിട്ടുക? ഒരുമിച്ച് ഓടിക്കളിച്ച് കിടന്നതല്ലേ, വീടിന്റെ മുറ്റത്തിട്ട് തീർക്കാറുണ്ടല്ലോ. ജോസഫ് പറയും, നോ നോ നോ, എന്നെ വീടിന്റെ മുറ്റത്ത് തീർക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ അപ്പന്റെ വീട്ടിലും അപ്പന്റെ കൺമുമ്പിലുമാണ്. ഒരു ദൂത് ഞാൻ പറയാം, എത്ര മജോറിറ്റി നിനക്കെതിരായി ഒരുമിച്ച് കൂടിയാലും പിതൃഭവനം, അപ്പന്റെ മുമ്പിൽ, അപ്പന്റെ അപ്പന്റെ അവകാശത്തിൽ നിന്ന് അഥൽക്കമനഘടക ശബ്ദരാധിയാതന നിന്നെ അടിച്ചൊതുക്കാൻ, അപ്പന്റെ ഭവനത്തിനകത്ത് നിന്ന് യോസഫെ നിന്നെ അടിച്ചൊതുക്കാൻ മജോറിറ്റി തിരിഞ്ഞു നിന്നാൽ പോലും നടക്കത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. കാരണം അപ്പനിട്ടൊരു കുപ്പായമുണ്ട്. അപകൽക്കമന. ഞാനിത് പറയുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന ചിലരോട് ഞാൻ ആ പദം ഒന്ന് ഒരു അലിഗോറിക് മീനിങ് ഞാൻ എടുക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് മറ്റൊന്നുമല്ല. ശ്രദ്ധിച്ചേ, ചില അവകാശങ്ങളിൽ നിന്ന് നിന്നെ കുടിയിറക്കാൻ, റാമാനെ ഹംദേ ലഗൽക്കമന ഘടകസിയ, ചില അവകാശങ്ങളിൽ നിന്ന് നിന്നെ കുടിയിറക്കാൻ, ഹല്ലേലൂയ, നിന്ദിക്കപ്പെട്ടവനെ ഇറക്കി വിടാൻ പിശാച് ഒരുക്കുന്ന ചില പദ്ധതികളെയും പൈശാചിക കൂട്ടുകെട്ടുകളെയും ഉപവാസ പ്രാർത്ഥനയുടെ 38ാം ദിനം ഞങ്ങൾ ഇൻ ജീസസ് നെയിം വി റെബ്യൂക്ക്, ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ ആ തലത്തെ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഉറപ്പിക്കുന്നു അവകാശങ്ങൾ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ആ പദത്തിന്റെ ആഴം മനസ്സിലാകേണ്ടുന്നവർ മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുക. അവകാശങ്ങൾ ഉറപ്പിക്കുന്ന ദൈവസ്നേഹം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതെ, ഞാൻ പറഞ്ഞു വന്നത്, മേലിന്ന് അപ്പം പറഞ്ഞു, മോനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ. ദൈവം നമ്മിൽ പ്രസാദിക്കണം. ഹലോ, ദൈവം നമ്മിൽ പ്രസാദിക്കണം. ദൈവം നമ്മിൽ പ്രസാദിച്ചാൽ വേറെ ആരൊക്കെ എതിർത്താലും, ഇവിടെ പറയും കല്ലിവല്ലി. പ്രൈസ് ദി ലോർഡ്. തിരിച്ച് ലോകം മുഴുവൻ നിനക്ക് അനുകൂലവും ദൈവം എതിരുവാണെങ്കിൽ തീർന്നു. അതുകൊണ്ട് ഡിവൈൻ അക്നോളജ്മെന്റ്, ദൈവം പറയട്ടെ, ഒരു സർട്ടിഫിക്കറ്റ് ഇന്ന് നമ്മുടെ മേൽ വീഴട്ടെ, അവൻ എൻ്റെ പ്രിയപുത്രൻ. ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിച്ച് അടുത്ത പാരഗ്രാഫിലേക്ക് പോകുന്നു. അടുത്ത പാരഗ്രാഫിന്റെ പ്രത്യേകത ഞാൻ മുമ്പേ പറഞ്ഞു, ക്രിസ്തുവിന്റെ ഉപവാസമാണ്. നമുക്ക് ഓടി എത്തണം, അടുത്ത 10 മിനിറ്റ് കൊണ്ട്. അടുത്ത പാരഗ്രാഫ് ക്രിസ്തുവിന്റെ ഉപവാസമാണ്. ക്രിസ്തുവിന്റെ ഉപവാസത്തിന്റെ പ്രത്യേകത കണ്ടോ? ഞാൻ മുമ്പേ പറഞ്ഞു 40 ദിവസം ഉപവാസ പ്രാർത്ഥന,
2 വാക്യത്തിൽ തീർത്തു. വചനം വായിച്ചു തരുന്ന പ്രിയ സഹോദരങ്ങളോട്, ഈ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12ഉം 13ഉം വാക്യങ്ങൾ ക്രിസ്തുവിന്റെ ഉപവാസത്തെ കുറിച്ച് എഴുതിയേക്കുന്നു. ഒന്ന് വായിക്കണം, നമുക്ക് ഒന്ന് വായിച്ചാട്ട് 12-13 വാക്യങ്ങൾ. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. സുവിശേഷം അതന്നെ 12-13 വാക്യങ്ങൾ. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടെയായിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു. ശ്രദ്ധിച്ചേ, 2 വാക്യമേ എഴുതിയുള്ളൂ. പക്ഷെ മറ്റൊരു സുവിശേഷകനും എഴുതാത്തൊരു പദം ഇതിനകത്ത് തമ്പുരാൻ എഴുതിപ്പിച്ചു മർക്കോസിനെ കൊണ്ട്. ഹലോ, ഞാനേ ദൈവദാസന്മാരോട് ഒരു ദൂത് കൈമാറാൻ പോവാം. ഇവിടെ ഈ കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു എന്നുള്ള വെളിപ്പാട് മറ്റൊരു സുവിശേഷകന്മാർക്കും കിട്ടിയിട്ടില്ല. അതിന്റെ അർത്ഥം ഞാൻ പുറകാലെ പറയാം. പക്ഷേ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരോട്, അഭിഷേക വൃന്ദത്തോട്, ഈ പ്ലാറ്റ്ഫോമിലും മാത്രമല്ല ഓൺലൈനായി നമ്മൾ വീക്ഷിക്കുന്ന ദൈവദാസന്മാരെ, നാളെ വീക്ഷിക്കാനിരിക്കുന്ന ദൈവദാസന്മാരെ, അഭിഷിക്ത വൃന്ദത്തോട് എനിക്കൊരു ദൂത് കൈമാറാനുണ്ട്. പല വാക്കുകൾ വലിച്ചുവാരി പറയുന്നതിനപ്പുറം 2 പറഞ്ഞുള്ളെങ്കിലും വ്യത്യസ്തമായി പറയുന്ന ഒരു കൂട്ടം അഭിഷക്തന്മാരെ കർത്താവിന് ഇന്ന് എഴുന്നേൽപ്പിക്കാൻ പദ്ധതിയുണ്ട്. 2 പറഞ്ഞുള്ളെങ്കിലും വ്യത്യസ്തതയുടെ വാക്കുകൾ. യെസ്, നീ കേൾക്കാൻ പോകുന്നത് വ്യത്യസ്തമായ ശബ്ദമായിരിക്കും, ദൈവശബ്ദം, മറ്റു പലരും കേൾക്കാത്തത്. നീ കാണാൻ പോകുന്ന വെളിപ്പാടുകൾ വ്യത്യസ്തതയുടെ വെളിപ്പാടുകളായിരിക്കും. നിന്റെ ചിന്താമണ്ഡലം മറ്റു പലരും ചിന്തിക്കാത്ത വ്യത്യസ്തമായ ചിന്തകൾക്ക് കാരണമായി തീരും. യെസ്, ദൈവാത്മാവിൽ ദൈവദാസന്മാരോട്, അഭിഷേക വൃന്ദത്തോട് അപ്രകാരം ഞാൻ ആ പദം കൈമാറുന്നു. വ്യത്യസ്തമായി ചിന്തിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോടെ സമൂഹത്തിന്റെ മുമ്പിൽ വ്യത്യസ്തനായി നിൽക്കാൻ പരിശുദ്ധാത്മാവ് ഒരഭിഷേകത്തെ ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവദാസന്മാരുടെ മേലിടാൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട്. ലൂക്കോസിന് എഴുതി കാട്ടുമൃഗങ്ങളോടുകൂടെ 2 അർത്ഥങ്ങളാണ് അതിനുള്ളത്. നമ്പർ 1, കാട്ടുമൃഗങ്ങളോടുകൂടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, യേശുക്രിസ്തു ഇങ്ങനെ ഇരുന്നപ്പോ ക്രിസ്തുവിന്റെ ലെഫ്റ്റ് സൈഡിൽ പുലിയും ഒരു ഒട്ടകവും ഒരു കടുവയും ഒരു കരടിയും ഒരു സിംഹവും ഇപ്പുറത്തെ 4-5 കുരങ്ങന്മാരും എല്ലാവരോടും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചെന്നല്ല അതിന്റെ അർത്ഥം. പകരം ഞാനൊരിക്കല് ഒരു ദേവദാസനോട് ഇങ്ങനെ സംസാരിച്ചപ്പോ എന്നോട് അഭിവാസം പറഞ്ഞു, പാസ്റ്റർ ഞാൻ യേശുക്രിസ്തുവിനെ പോലെ ഉപവാസത്തിലാണ്. ശരി ചേച്ചി, എന്താ അങ്ങനെ പറഞ്ഞ്? സ്വോത്രം പറയാത്ത 2 കരടിയും വഹിച്ചു കയറുന്ന 4 സിംഹവും എന്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞു. ഞാൻ ഈ വാക്യം വായിക്കുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ആ സംഭവം. ശ്രദ്ധിച്ചേ, ഇവിടെ ഈ പദം കൊടുക്കാൻ 2 കാരണമുണ്ട്. 2 കാരണം. നമ്പർ 1, യേശുക്രിസ്തു ഉപവാസം ഇരിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, തന്നോട് കൂടെ ഒന്ന് ഇരിക്കാൻ മനുഷ്യരാരും ഉണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കേണ്ടതിന് വേണ്ടിയാണ് ആ പദം എഴുതിയേക്കുന്നതെന്ന് ഒരു കൂട്ടം വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. 2ാമത്തതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. 2ാമത് വേദ പഠിതാക്കൾ പറയുന്നത്, യേശുക്രിസ്തു അനുഭവിച്ച സാത്താനിൽ നിന്നുള്ള പരീക്ഷകൾ മൃഗീയമായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടതിനാണ് കാട്ടുമൃഗങ്ങളുടെ ആയിരുന്നു എന്ന് എഴുതുന്നത്. ഞാൻ ആ പദം ഒന്ന് എടുക്കുകയാണ്. മൃഗീയമായ പ്രതിസന്ധി. അഭിഷിക്തന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ മൃഗീയമായ അവസ്ഥയെ കൂടെ കടന്നു പോകേണ്ടി വന്നു വരാം. എന്താ മൃഗീയത? ഒരിക്കലും ഒരു മൃഗം അല്ലെ ഒരു പട്ടി, ഒരു നായ ഒന്നിനെ കടിച്ചിട്ട് സോറി എന്ന് പറയാറില്ല. ഉണ്ടോ? അർത്ഥം, മൃഗത്തിന് ഒരു പരിധിക്ക് മേളിൽ അനുതാപം ഉണ്ടാകത്തില്ല.
ഒരു ദാക്ഷിണ്യവും കൂടാതെ നിന്നെ തകർക്കാൻ വേണ്ടി നിൽക്കുന്ന സാഹചര്യങ്ങളിലൂടെ നീ കടന്നുപോയെന്ന് വരാം. പക്ഷേ ഞാൻ അത് അധികം വലിച്ചു നീട്ടി വിശദീകരിച്ച് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പദം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആ പാരഗ്രാഫ് എഴുതി അവസാനിപ്പിക്കുന്ന ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു എന്ന അർത്ഥം ഞാൻ പറയാം. നീ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ മൃഗീയമാണെങ്കിൽ നീ അനുഭവിക്കാൻ പോകുന്ന ദൈവത്തിന്റെ കരുതലുകൾ അത് ദൈവീകമായിരിക്കും. ഓ ആമേൻ, ആമേൻ, ആമേൻ. നീ കടന്നു പോകുന്ന സാഹചര്യം മൃഗീയമാണെങ്കിൽ അതിന്റെ നടുവിൽ നിനക്ക് വേണ്ടി തമ്പുരാൻ ഒരുക്കുന്ന കരുതൽ അത് ഓർഡിനറി ആകത്തില്ല, എക്സ്ട്രാ ഓർഡിനറി, അത് ദൈവീകമായിരിക്കും. നിന്റെ ട്രയൽസ് ഓർഡിനറി അല്ലെങ്കിൽ അതിനകത്തുള്ള ദൈവത്തിന്റെ പ്രൊവിഷനും ഓർഡിനറി ആയിരിക്കത്തില്ല. അല്ലയോ മോശെ, നീ മാത്രമേ വിക്കനുള്ളായിരുന്നു, അതുകൊണ്ട് നിന്നെ മാത്രം ദൈവത്തിന്റെ സ്പോക്സ് പേഴ്സൺ ആക്കി മാറ്റി. അല്ലയോ ജോസഫേ, നീ മാത്രമേ പൊട്ടക്കുഴി വീണുള്ളൂ സഹോദരന്മാരുടെ കൂട്ടത്തിൽ, അതുകൊണ്ട് നിന്നെ മാത്രമേ ഞാൻ സിംഹാസനത്തിൽ ഇരുത്തിയുള്ളൂ. ഹല്ലേലൂയ. അല്ലയോ ഹദസേ, എസ്തേറേ, നീ അനാഥത്വം അനുഭവിച്ചു നിന്റെ സ്നേഹിതന്മാരുടെ കൂട്ടത്തിൽ, അതുകൊണ്ട് തന്നെ മറ്റാരുടെ മേലും വീണിട്ടില്ലാത്തൊരു സെലക്ഷൻ തമ്പുരാൻ നിന്റെ മേലിട്ടു. ഹല്ലേലൂയ. അല്ലയോ ദാവീദേ, നീ മാത്രമേ പറഞ്ഞുള്ളൂ എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചെന്ന്, പക്ഷെ അതുകൊണ്ട് തന്നെ നിന്റെ മാത്രം ജീവിതത്തിൽ അവൻ കുടുംബക്കാരെല്ലാം പട്ടാളത്തിൽ നിൽക്കുമ്പോൾ നിന്നെ ഞാൻ കൊട്ടാരത്തിൽ കയറ്റിയില്ലേ. അല്ലയോ ദാവീദേ, നീ മാത്രമേ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഇത്രയും അധികം ഓടിയുള്ളൂ, അതുകൊണ്ടല്ലയോ ദാവീദേ, നിന്റെ മാത്രം സിംഹാസനമല്ലേ ഞാൻ ഉറപ്പിച്ചുള്ളൂ. ഇന്ന് ഞാൻ ഈ ദൂത് റിലീസ് ചെയ്യുമ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന പലരോടും ആത്മാവ് ഞാൻ പറയുന്നു, അല്ലയോ സ്നേഹിത, അല്ലയോ സഹോദര, നീ കടന്നു പോകുന്ന ട്രയൽസ്, നീ കടന്നു പോകുന്ന പ്രതിസന്ധികൾ ആണ് മൃഗീയമാണെന്നറിയാം. നിന്റെ സഹോദരന്മാർ കടക്കാത്തിടത്തു കൂടെയാണ്, നിന്റെ സ്നേഹിതന്മാർ കടന്നിട്ടില്ലാത്തിടത്തു കൂടെയാണ് നീ കടന്നു പോകുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് ഒരു ദൂത് പറയാനുണ്ട്. അവരൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ, ഒരു ദൈവിക കരുതൽ കർത്താവ് നിന്റെ മേൽ കൈമാറുന്നുണ്ട്. താങ്ക് യു ജീസസ്. ഞാൻ അവിടം വിട്ട് മുമ്പോട്ട് പോകുന്നു. 14-ാം വാക്യം തൊട്ട് ജീസസ് ഗലീലിയൻ മിനിസ്ട്രി ആരംഭിക്കുകയാണ്. അടുത്തത് 45 വരെയുള്ള വാക്യങ്ങളെ ഞാൻ 3ആയി തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ മുമ്പിൽ 5 മിനിറ്റ് സമയമാണുള്ളത്. ഞാൻ വിത്ത് പെർമിഷൻ 5 മിനിറ്റ് എടുക്കുന്നു. ശ്രദ്ധിച്ചേ, അടുത്ത 14 മുതൽ 45 വരെയുള്ള വാക്യങ്ങളെ എല്ലാം കൂടെ ചേർത്ത് ഞാൻ 3ആയിട്ട് തരംതിരിക്കുന്നു. അത് 1 പള്ളിയിൽ സൗഖ്യം, 2 വീട്ടിൽ സൗഖ്യം, 3 നാട്ടിൽ സൗഖ്യം. പള്ളിയിൽ സൗഖ്യം 23-ാം വാക്യത്തില അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അടുത്തത് 29-ാം വാക്യം, അനന്തരം അവൻ പള്ളിയിൽ നിന്നിറങ്ങി യാക്കോബ് യോഹന്നാനുമായി ഷീമോന്റെ വീട്ടിൽ വന്നു. അവൻ വീട്ടിലേക്ക് ഇറങ്ങുന്നു. 3 40-ാം വാക്യത്തിൽ ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്നു മുട്ടു. ഇടയ്ക്ക് വേറെ അത്ഭുതങ്ങളുണ്ട്, ഞാൻ ഈ 3 കാര്യം മാത്രം ഫോക്കസ് ചെയ്യുന്നു. ശ്രദ്ധിച്ചേ, പള്ളി ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കർത്താവ് ഇടപെടും, വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും കർത്താവ് ഇടപെടും, നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും കർത്താവ് ഇടപെടും. ആത്മീക വിഷയവും കർത്താവ് കൈകാര്യം ചെയ്യും, എന്റെ കുടുംബത്തിന്റെ പ്രശ്നവും കർത്താവ് കൈകാര്യം ചെയ്യും, അപ്പൊ തന്നെ സാമൂഹിക വിഷയവും കർത്താവ് കൈകാര്യം ചെയ്യും. മനസ്സിലാകാൻ കർത്താവ് ശ്രമം ചെയ്യുന്നു. അടുത്തത് ആവശ്യകതകൾ 3 ലെവലിലായിരിക്കാം. 3 ലെവലിലായിരിക്കാം. 1, പള്ളിയിലെ പ്രശ്നമാണെങ്കിൽ നമ്മൾ പള്ളിയിലുള്ള കുറെ പേരെ ഏൽപ്പിക്കും, അല്ലേ? ഓരോ പ്രശ്നങ്ങളും ഓരോ തരത്തിൽ കൈകാര്യം ചെയ്യുന്നേ. ആദ്യത്തെ പ്രശ്നം പള്ളിയിലെ, 2ാമത്തത് വീട്ടില്, 3ാമത്തത് പ്രതിസന്ധിയുടെ സ്ഥലങ്ങൾ, പ്രതിസന്ധിയുടെ സ്റ്റാൻഡേർഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. പ്രതിസന്ധി പലതായിരിക്കും, പക്ഷെ പരിഹാരകൻ 3 1. അത് നമ്മൾ പ്രസംഗിക്കുന്ന നസ്രയനായ ക്രിസ്തു തന്നെയാണ്. ഇത് ഉപവാസ പ്രാർത്ഥനയാണെങ്കിലും പൊതുവിൽ എന്നെ കേൾക്കാൻ സാധ്യതയുള്ള പലരും ഉണ്ടല്ലോ. നിങ്ങൾ ജീവിതത്തിൽ ഇന്നു വരെ ഈ യേശു ക്രിസ്തുവിനെ പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ
നിന്റെ വ്യക്തിപരമായ വിഷയവും നിന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളും നിന്റെ നാട്ടിലുള്ള പ്രതിസന്ധികളും സകലത്തിനും ഒരു പരിഹാരകനുണ്ടെങ്കിൽ തൻ്റെ ഇടത്തോടെ വിളിച്ചു പറയുന്നു, പ്രശ്നസങ്കീർണമായ ലോക ജീവിതത്തിനകത്ത് ഞങ്ങൾക്കൊക്കെ രക്ഷ നൽകിയ, ആത്മാവിനും ശരീരത്തിനും മനസ്സിനും ഒരുപോലെ രക്ഷ കൈമാറിയ രക്ഷയുടെ ഉറവിടം യഥാർത്ഥ രക്ഷകൻ നസ്രയനായ ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വീകരിക്കുക. ഞാൻ വരട്ടെ. ഈ 23-ാം വാക്യത്തിൽ അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനുണ്ട്. അവരുടെ പള്ളിയിലും എന്ന വായിക്കുന്ന കുറച്ചുകൂടെ നല്ലത്. പ്രൈസ്. അപ്പൊ അവരുടെ പള്ളിയിലും അശുദ്ധാത്മാവ് ബാധിച്ചവരുണ്ടായിരുന്നു അല്ലേ? അപ്പൊ എന്റെ അർത്ഥം ഈ നമ്മൾ കാണുന്ന പല പള്ളികളും മാത്രമല്ല. പ്രൈസ്. അടുത്തത്, ഈ അവിടെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു പുരുഷനുണ്ട്, ഒരു വ്യക്തി ഉണ്ടായിരുന്നുള്ള ഒരു മനുഷ്യൻ. പ്രൈസ്. ഒന്നേ ഉണ്ടായിരുന്നുള്ളല്ലോ, അത് ഒരു അനുഗ്രഹമാണ്. പ്രൈസ്. പള്ളിയിൽ സൗഖ്യമാക്കി. ഞാൻ നിങ്ങളൊരു ഇത് പറയട്ടെ. പള്ളിയിൽ യേശു ഇങ്ങനെ ശുശ്രൂഷ നിൽക്കുകയാണോ നിങ്ങളുടെ മനസ്സിൽ വരട്ടെ. ഇവരിങ്ങനെ കൂടെ നിൽക്കുക, യാക്കോബും യോഹന്നാനും ഇങ്ങനെ കൂടെ നിൽക്കുക. യേശു ഇങ്ങോട്ട് ഇറങ്ങി വരാൻ നേരത്തെ ഈ തിരക്കുകൾ കൂടുമ്പോൾ നമ്മുടെ സ്കെഡ്യൂളുകൾ നമ്മളെ ഓർമ്മിപ്പിക്കാൻ നമ്മൾ ആൾക്കാരെ വെക്കും അല്ലേ? യേശു ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ഉടനെ ഈ പത്രോസ് അവിടെ നിൽക്കുക, അല്ലയോ യേശുവെ, എൻ്റെ അമ്മായിയമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുക, പനിയായിട്ട് കിടക്കുക. ഈ പനി എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമല്ല. ഇപ്പൊ പനി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഏറ്റവും പേടിയുള്ള സമയമാണ്. അതുകൊണ്ട് കാര്യം ചെയ്യണം, അങ്ങ് എൻ്റെ കൂടെ വീട്ടിൽ വരെ വന്നൊന്ന് പ്രാർത്ഥിക്കണം. അവിടെ അങ്ങനെ വിളിച്ചതായിട്ട് എഴുതിയിട്ടില്ല. ഹലോ, പകരം യേശു പ്രസംഗം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി നേരെ കൂടെ നിൽക്കുന്നവരെയും കൂട്ടി അവന്റെ വീട്ടിലോട്ട് പോയി. ഞാനൊരു സന്ദേശം അവിടെ കൈമാറാം. അല്ലയോ പത്രോസേ, നീ ക്രിസ്തുവിന്റെ കൂടെ നിൽക്കുന്നവനാണെങ്കിൽ നിന്റെ നായകന് നിന്റെ പ്രശ്നം മാത്രമല്ല, നിന്റെ ഇൻലോസിന്റെ പ്രശ്നവും നിന്റെ ഭാര്യ വീട്ടുകാരുടെ പ്രശ്നം വരെ എന്റെ കർത്താവിന് അറിയാം. ഓ പോരാ. അല്ലയോ പത്രോസേ, നീ എന്റെ കൂടെ നിൽക്കുന്നവനല്ലേ, നിന്റെ പ്രശ്നം ഞാൻ അറിഞ്ഞില്ലേ പിന്നെ ആരാ അറിയുന്നേ? എന്നെ നന്നായി അറിയുന്നൊരു കർത്താവുണ്ടെന്ന്. നമ്മുടെ വിചാരം സകല ലോകത്തെയും ഭരിക്കുന്നതുകൊണ്ട് ഇന്റർനാഷണൽ കാര്യത്തിൽ മാത്രമേ കർത്താവിടത്തുള്ളതാണോ? അല്ലോ ദൈവമക്കളെ, നിസാരം എന്റെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുത്തില്ലേ കർത്താവ് അറിയുമെന്ന്? ഹലോ 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 ചൂരച്ചയുടെ ചുവട്ടിൽ താൻ ഏലിയാവിന്റെ അടുക്കൽ ഇറങ്ങിയിട്ട് കർത്താവ് ദൂതനെ കൊണ്ട് ആദ്യം കൊടുപ്പിച്ചത് വിശപ്പിന്റെ ഗ്രീക്ക് പദമല്ല, പകരം അപ്പം കൊടുത്തേ. കർത്താവ് വളരെ സെൻസിറ്റീവാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് ആ പദം പറയുന്നു. ദൈവം വളരെ സെൻസിറ്റീവാണ്. തനിക്ക് വേണ്ടി നിൽക്കുന്നവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ കഴിയുന്ന ദൈവസ്നേഹത്തിന് നന്ദി പറയാൻ കഴിയുമോ? നിന്റെ എല്ലാ ആവശ്യങ്ങളും അറിയേണ്ടതുപോലെ അറിയുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. യേശുവിന്റെ നാമത്തിൽ, ഓ ജീസസ്, എന്റെ ആവശ്യങ്ങൾ അറിയുന്നവനില്ലല്ലോ, എന്റെ ആവശ്യങ്ങൾ അറിയേണ്ട പലരും അറിയുന്നില്ലല്ലോ എന്ന് കരയുന്നവരോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ ആവശ്യങ്ങൾ നിന്നേക്കാൾ നല്ലതുപോലെ അറിയുന്ന ഒരുവനെയാണ് നീ സ്നേഹിക്കുന്നത്. ഓ ജീസസ്, യേശുവിന്റെ നാമത്തിൽ ചെറുതും വലുതുമാകട്ടെ, നിന്റെ വിഷയങ്ങൾ ചെറുതാകട്ടെ വലുതാകട്ടെ, യേശു അറിയുന്ന ദൈവാത്മാവ് ഞാൻ ദൂത് കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ അവസാനത്തേക്ക് വരട്ടെ. അവിടെ സൗഖ്യമാക്കി കേട്ടോ, സൗഖ്യമാക്കി. 3 നാട്ടിലേക്ക് ഇറങ്ങി. ഒരു കുഷ്ഠരോഗി, 40-ാം വാക്യം, ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടേ ശുദ്ധമാക്കുക എന്ന് പറഞ്ഞു. യേശു അവനെ സൗഖ്യമാക്കി. ശ്രദ്ധിക്കണേ, കാലെ വീണ് സൗഖ്യമാക്കണേ. യേശു സൗഖ്യമാക്കി. അടുത്ത 44-ാം വാക്യത്തിൽ യേശു, അവിടെ അങ്ങനെ എഴുതിയിട്ടില്ല, ഞാനങ്ങ് പറയാ, ക്ഷമിക്കണേ, കൈകൂപ്പി പറഞ്ഞു, എന്റെ പൊന്നു സഹോദര, ഇതൊരു മനുഷ്യനോടും പറയല്ലേ, മഹാപുരോഹിതനെ മാത്രമേ കൊണ്ട് കാണിക്കാവൂ. ഈ നമുക്കുള്ളൊരു കുഴപ്പം, പറയരുതെന്ന് പറഞ്ഞു പോയാൽ 4 പേരോട് പറയാതെ നമുക്കൊന്നും ഈ ആസിഡിറ്റി അങ്ങോട്ട് നിൽക്കത്തില്ല. നെഞ്ചരിച്ചില്ലേ ഇങ്ങനെ മേലോട്ട് കയറി വരും. സ്തോത്രം സ്തോത്രം. ഈ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിലേ, ഈ പറയരുതെന്ന് പറയുന്ന പ്രശ്നം. ഞാൻ എല്ലാവരും ഒന്ന് പറയാൻ പറഞ്ഞു പോയിക്കുക, 4 പേര് കുറച്ചേ അറിയത്തുള്ളൂ. ഇവരെന്തെന്നറിയാമോ? പറയരുതെന്ന് പറഞ്ഞപ്പോ 45-ാം വാക്യത്തില് അവസാന വാക്യം, അവനോ പുറപ്പെട്ട് വളരെ ഘോഷിപ്പാനും എന്ന് പറഞ്ഞാൽ മൈക്ക് കെട്ടി പറയാൻ തുടങ്ങിയാണ്.
പറയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തു? മൈക്ക് കെട്ടി പറയാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടുള്ള ഗുണം എന്തുവാ കിട്ടിയെന്നറിയാമോ? അവസാന വാക്യം, അതിനാൽ യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടപ്പാൻ കഴിയായ കൊണ്ട് അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്തു. ഒരുത്തനെ കൊണപ്പെടുത്താൻ പോയതാ, അവൻ ശാപം കൂട്ടിച്ചു. ഹലോ, നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരാരോ അവര് തരുന്ന വേദനയായിരിക്കും ഏറ്റവും വലുത്. ഗുണപ്പെടുത്താൻ ചെയ്തതാ, അവൻ സകല പരിപാടിയും പൂട്ടിച്ച് കൈ കൊടുക്കും. തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ പള്ളി സൗഖ്യം, വീട്ടു സൗഖ്യം, നാട്ടു സൗഖ്യം, സമസ്ത മേഖലയിലും അത്ഭുതങ്ങളുടെ ചരിത്രം മർക്കോസ് എഴുതുകയാ. ഒരു സംഭവമായി കയറി വരുന്ന, സംഭവ ചരിത്രമായി കയറി വരുന്ന യേശുവിന്റെ മിനിസ്ട്രിയെ ഒരൊറ്റ സാക്ഷ്യം. ദാവീദേ, നീ വാങ്ങിച്ച പൈസ കടം വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാത്ത കൊണ്ടല്ല ശൗലിന് നിന്നോടുള്ള പ്രശ്നം. പകരം നിന്നെ കുറിച്ചൊരു ടെസ്റ്റിമണി, ഒരു പാട്ടായിട്ട് വന്നു. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. അന്ന് തുടങ്ങിയ കണ്ണുകടിയ. ചില ഫൈറ്റിങ്ങുകളുടെ പിറകിൽ മറ്റൊന്നുമല്ല, കണ്ണുകടിയ. അധരമാന ഘടകസിയാതെ കണ്ണുകടി. ഓ ജീസസ്. ചുരുക്കം പറഞ്ഞ കണ്ണുകടി ഉണ്ടായപ്പോൾ ശൗലിന് ദാവീദിനെ അങ്ങ് ദേഷ്യമായി. ചില സാക്ഷ്യങ്ങൾ ദോഷം ഉണ്ടാക്കിയെന്ന് വരാം. ഇപ്പൊ വേണ്ട, യേശുവിനോട് കണ്ണുകഴിയുന്നല്ല, അവൻ ഗുണത്തിന് വേണ്ടി സാക്ഷ്യം പറഞ്ഞതാ. ഈ കുഷ്ഠരോഗി സംഭവിച്ചെന്നറിയാമോ? യേശു നിർജ്ജന സ്ഥലത്തെന്നല്ല, സ്ഥലങ്ങളിൽ പാർത്തു. അർത്ഥം എന്തെന്നറിയാമോ? നിർജ്ജന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ യേശു ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് പോകും. അവിടെ ഒരു പദം ചെയ്തിട്ടുണ്ട്, യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടപ്പാൻ കഴിയായ കൊണ്ട്. കാരണം പാളയത്തിന് പുറത്ത് നിൽക്കേണ്ട ചില റെസ്ട്രിക്ഷൻസുകൾ, ഞാൻ അതിനെ ഇങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. യേശു ക്വാറന്റൈൻഡായി, വേണമെങ്കിലേ സൊസൈറ്റിയുമായി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. യേശു നിർജ്ജന സ്ഥലങ്ങളിൽ, കാരണം ഒരു നിർജ്ജന സ്ഥലത്ത് ചെല്ലും, അവിടെ ആൾക്കാർ അവന്റെ അടുക്ക വന്നുകൂടും. അപ്പൊ യേശു അടുത്ത നിർജ്ജന സ്ഥലത്തോട്ട് പോകും, അവിടെ ആട് വരും, പിന്നെ അടുത്തിടത്തോട്ട് പോകും. അങ്ങനെ ആളുകളെ തന്നിലേക്ക് വിടാതെ തടഞ്ഞു വെക്കാൻ ഒരു സാക്ഷ്യത്തിന് കഴിഞ്ഞു. ദൈവാത്മാവിലൊരു പദം ഞാൻ പറയാം, ആളുകളുമായി സമ്പർക്കം പുലർത്താൻ. പണ്ടുള്ളതുപോലെ സ്വാതന്ത്ര്യമായ ആളുകളുടെ കുത്തിക്കയറ്റങ്ങളില്ലാതെ നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്ത ദിവസം കഴിഞ്ഞ ശേഷം യേശു പിന്നെയും കഫർന്നഹൂമിൽ വന്നു. അതാണ് കുറിവാക്യം. 7 ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത്. ഏകാന്തതയുടെ, പ്രതിസന്ധിയുടെ നിർജ്ജന സ്ഥലങ്ങളിലായിരുന്ന ദിവസങ്ങൾ കഴിഞ്ഞു. യേശു ഇപ്പോ ശക്തിയോടെ വീണ്ടും കവർന്നഭൂമിയിലെത്തി. ഈ കവർന്നഭൂമിലെത്തിയപ്പോ അടുത്ത പദം, ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. കണ്ടോ? 1-ാം അധ്യായത്തിന്റെ അവസാനം ആൾക്കാരെ നിന്നിന്ന് അകറ്റാൻ പിശാചിന് കഴിയും. ഓ ലീഖ മനഹസിയാതനാഥന. ചില വാക്കുകൾ ആളുകളെ നിന്നിന്ന് അകറ്റിക്കളഞ്ഞു. യെസ്, ദൈവാത്മാവ്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെയാ ദൂത് കൈമാറുന്നു കേട്ടോ, ദൂത് കൈമാറുന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ. എന്നാൽ ആ കാലഘട്ടം കഴിഞ്ഞു, ആ സീസൺ ചേഞ്ച് ആകുകയാ, യേശുവിന്റെ നാമത്തിൽ. പകരം ഇപ്പൊ വാതിൽക്കൽ പോലും ഇടമില്ലാതെ ആളുകൾ തടിച്ചുകൂടി. എന്റെ ചിന്തയാണ്, ശ്വാസം വിടാൻ മേളോട്ട് നോക്കിയപ്പം 2 മേളീന്ന് കട്ടില് കെട്ടി ഇറക്കുന്നു, റൂഫ് പൊളിച്ചു. ചകൽഖമാന ഹസിയ. ഈ ആൾക്കാരെ അകറ്റി കഴിഞ്ഞപ്പോ
പിന്നെ അങ്ങോട്ട് കയറുന്നിടത്ത് എടമില്ലാതായി ജിഗാന ഹന്തൽ ഖമന ഘടകസിയാതരാധന. പരിശുദ്ധാത്മാവിൽ ഞാൻ ആ ദൂത് കൈമാറുന്നു. നീ നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്ത കാലങ്ങൾ കഴിയാൻ പോകുന്നു. ചില ദിവസം കഴിഞ്ഞ ശേഷം കഫർന്നഹൂമിലേക്ക് യേശു വീണ്ടും വന്നു. ആളില്ലാത്ത സ്ഥലത്തിന്റെ ചരിത്രം പറഞ്ഞ് 1-ാം അധ്യായം അവസാനിപ്പിക്കുമ്പോ 2-ാം അധ്യായം ആരംഭിക്കുന്നത് വാതിൽക്കൽ പോലും ഇടമില്ലാത്ത സമയത്തെക്കുറിച്ചാണ്. എന്നായിരുന്നു 1-ാം അധ്യായത്തിൽ ഇല്ലാതിരുന്നത്? 2-ാം അധ്യായത്തിൽ കർത്താവ് റിസ്റ്റോർ ചെയ്തു. ദൈവം റിസ്റ്റോർ ചെയ്തപ്പോ പല മടങ്ങായിട്ട് റിസ്റ്റോർ ചെയ്തു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അല്പസമയം മുമ്പോട്ട് പോയി ദൈവമക്കൾ ഇത്രയും നേരം കേട്ടിരുന്നല്ലോ. യൂട്യൂബിൽ പങ്കെടുക്കുന്ന ദൈവമക്കളെ, നിങ്ങളെയും ദൈവനാമത്തെ ഞങ്ങൾ വന്ദനം ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വന്ന എല്ലാവരുടെ മേലും ഈ വചനത്തിന്റെ ശക്തിയെ റിലീസ് ചെയ്യണമേ. കർത്താവ് പ്രകാരം ചെയ്തിരിക്കാൻ നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എന്നെ ഇപ്രകാരം ക്ഷണിച്ചതിനും അവസരമൊരുക്കിയതിനും ദൈവസഭയുടെ ആത്മീക നേതൃത്വത്തിന് വിനയത്തോടെ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക. താങ്ക് യു. മാറാൻ ആധ. സമയം എടുത്തതിൽ ഒരുപാട് നന്ദി. ഒട്ടും കൂടി പോയില്ല, ആവശ്യത്തിനുള്ള സമയം ആയില്ല എന്നറിയാം. പക്ഷെങ്കിൽ അത്രയും സമയത്തോളല്ലോ. കർത്താവ് മാനിക്കട്ടെ. അരുളി ചെയ്ത ദൈവിക ആലോചനകളെ നമുക്ക് ജീവിതത്തിൽ ഏറ്റെടുക്കാം. ഒരു പ്രോഫിറ്റിക്കൽ മെസ്സേജ് ആയിട്ട് ഇന്ന് പകലത്തെ മെസ്സേജ് എടുക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം നടത്തി. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഞങ്ങൾക്ക് തന്ന ദൈവാലോചനകൾക്കായി നന്ദി. അടിയങ്ങളോട് സംസാരിച്ച, അടിയങ്ങളെ ആശ്വസിപ്പിച്ച, ശക്തീകരിച്ച ദൈവകൃപയ്ക്കായി നന്ദി. ഇന്ന് പകൽ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങയുടെ കൃത്യനെ ധാരാളം അനുഗ്രഹിക്കണേ, വാഴ്ത്തണേ. ഒരു ദൈവകൃപ അങ്ങയുടെ മകനോടുകൂടി ഇരിക്കട്ടെ. കേട്ട ഞങ്ങൾ അത് പ്രായോഗികമാക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അവസരം തരണമേ. കർത്താവെ, ഒരു വലിയ ശുശ്രൂഷയ്ക്കായി സഭയെ ഒരുക്കണേ. ഒരു വലിയ വളർച്ചയ്ക്കായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. മഹത്വം കർത്താവിന്, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി വീണ്ടും തിരിച്ചു വരാമല്ലോ. കർത്താവിന് സ്തോത്രം.